The Lord has been helping us to meditate upon this great salvation unto which He has saved us. നമ്മെ രക്ഷിച്ച ഈ വലിയ രക്ഷയെക്കുറിച്ച് ഈ ദിവസങ്ങളിൽ ധ്യാനിപ്പാൻ തക്കവണ്ണം ദൈവം നമ്മെ സഹായിക്കുന്നു. The Lord is speaking to us that, or revealing to us that this salvation is progressive. ഈ രക്ഷ ഒരു പുരോഗമനമായ രക്ഷയാകുന്നു എന്ന് ദൈവം ഈ ദിവസങ്ങളിൽ വളരെ വ്യക്തമായി വെളിപ്പെടുത്തുകയും And we thank God for the wonderful way God has been unfolding this great salvation unto us. ഈ രക്ഷയെ ദൈവം നമുക്ക് തുറന്നു നൽകുന്ന രീതികൾക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. We heard very clearly and repeatedly that our spirit was saved the day we were born again. നമ്മൾ വീണ്ടും ജനിച്ച നാളിൽ ദിവസം നമ്മുടെ ആത്മാവിനെ ദൈവം രക്ഷിച്ചു എന്ന് നമ്മൾ വളരെ വ്യക്തമായി പല തവണ We also heard very clearly that our soul realm is being saved. ദൈവം നമ്മുടെ പ്രാണന്റെ തലത്തെ രക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ That കേൾക്കുവാൻ realm of our intellect, our mind, our emotions and feelings, and the realm of our will and our desires. നമ്മുടെ വികാരങ്ങളുടെയും ഇച്ഛകളുടെയും തീരുമാനങ്ങളുടെയും ചിന്തകളുടെയും ആ ഒരു തലത്തെ ദൈവം രൂപാന്തരപ്പെടുത്തുന്നു എന്ന് നമ്മൾ കേൾക്കുവാൻ ഇടവന്നു. The realm of our will and our desires. നമ്മുടെ ആഗ്രഹങ്ങളുടെയും നമ്മുടെ ഇച്ഛകളുടെയും ആ ഒരു തലം being changed. ആ തലത്തെ ദൈവം experiencing a deliverance. ദൈവം ഒരു വിടുതൽ നമുക്ക് അനുഭവിക്കാൻ സഹായിച്ചു. God is focusing in this present time. അവിടെയാകുന്നു ദൈവം ഈ ദിവസങ്ങളിൽ അവന്റെ ശ്രദ്ധയായിരിക്കുന്നത്. So salvation is a present reality in the life of those who have really heard their call in Christ Jesus. തങ്ങളുടെ വിളി വ്യക്തമായി കേട്ടവരുടെ ജീവിതത്തിൽ ഈ പുരോഗമന രക്ഷ ഒരു യാഥാർത്ഥ്യവും അതൊരു ദൈനംദിന ജീവിതത്തിൽ അനുഭവമായിരിക്കും. We thank the Lord for the way the Lord emphasized very clearly that there's a salvation which is to take place in our lives now. ഇപ്പോൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ നമ്മൾ അനുഭവിക്കേണ്ട ഒരു രക്ഷയുണ്ട് എന്ന് ദൈവം വളരെ വ്യക്തമായി അവന്റെ വചനത്തിൽ നിന്ന് നമ്മളോട് സംസാരിച്ചു. Wonderful ways God brought this out through several other scriptures. മറ്റ് പല വേദഭാഗങ്ങളിൽ കൂടെ ഈ ഒരു സത്യത്തെ വളരെ വ്യക്തമായി ദൈവം നമ്മളോട് ഇടപെടുകയും ചെയ്തു. Yes, and we heard about the Samaritan woman. നമ്മൾ സമരിയ സ്ത്രീയെക്കുറിച്ച് നമ്മൾ കേട്ടു. We heard about the 7th hour. നമ്മൾ 7 മണി നേരത്തെക്കുറിച്ച് We heard about that she lived with 5 men and the 6th man is not her true husband. നാം സമരിയ സ്ത്രീയെക്കുറിച്ചും 5 പുരുഷന്മാരോട് കൂടിയും ഇപ്പോൾ വസിക്കുന്ന 6ാമത്തെ പുരുഷൻ ഭർത്താവല്ലെന്ന് കേട്ടു. All these God has really revealed to us God's divine intention to bring his church into the realm of being washed and cleansed that he may present unto himself a glorious bride. ദൈവത്തിന് ഒരു നിഷ്കളങ്ക കന്യകയായും കഴുകപ്പെട്ടതും ആയ ഒരു മണവാട്ടിക്കായി ദൈവം അവന്റെ സഭയെ ഒരുക്കുന്നു എന്ന് നമ്മൾ ഈ ധ്യാനത്തിൽ കൂടെ കാണാൻ കഴിയും. I shared last week. കഴിഞ്ഞ ആഴ്ച ഞാൻ പങ്കിട്ട ഒരു കാര്യം. How important it is for us to receive his word with a real open heart. ഒരു തുറന്ന ഹൃദയത്തോടെ അവന്റെ വചനം നമ്മൾ കേൾക്കേണ്ട ആവശ്യത്തെക്കുറിച്ച് നമുക്ക് Revelation chapter 3 and verse 21. വെളിപ്പാട് പുസ്തകം 3-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ നമ്മൾ ഇപ്രകാരം കാണാനിട വന്നു. The Lord said to the church in Laodicea, യേശു ലവോദിക്യ സഭയോട് പറഞ്ഞു, he said, I'll stand and knock at the door. ഞാൻ ഇതാ വാതിൽക്കൽ മുട്ടുന്നു. If any man will open, I will come in and sup with him. എന്റെ ശബ്ദം കേട്ട് വാതിൽ തുറക്കുന്നവന്റെ ജീവിതത്തിലേക്ക് ഞാൻ വന്ന് അവനോട് കൂടെ അത്താഴം കഴിക്കും. അവൻ എന്നോട് കൂടെ he that overcometh, അവൻ അതിജീവിക്കും. അതിജീവിക്കുന്നവൻ എന്നോടുകൂടെ എന്റെ സിംഹാസനത്തിൽ ഇരിപ്പാൻ ഞാൻ ജയിച്ചതുപോലെ നിങ്ങളും ജയിപ്പിൻ. So we heard the Lord is inviting and drawing his church to come to a realm of supping with him. അവനോടുകൂടെ അത്താഴം കഴിപ്പാനായിട്ടുള്ള ക്ഷണം ദൈവം അവന്റെ സഭയ്ക്ക് ഈ ദിവസങ്ങളിൽ നൽകുന്നതായിട്ട് നമ്മൾ കേട്ടു.
that we may sup with him. അവനോടുകൂടെ അത്താഴം കഴിക്കുവാൻ. We see the condition. We are living in a Laodicean age. നാം ആയിരിക്കുന്ന കാലഘട്ടം ലവോദിക്യ കാലഘട്ടം പോലെയുള്ള ഒരു കാലഘട്ടമാകുന്നു. A realm when the church is blind and poor and rich, wretched and naked. ആ ലവോദിക്യ കാലഘട്ടത്തെ പോലെ നമ്മൾ ദരിദ്രരും നഗ്നരും നമ്മൾ അന്ധരുമാകുന്ന ഒരു അവസ്ഥയിലാണ് ഇന്ന് ഭൂരിപക്ഷം. ആ അങ്ങനെയുള്ളൊരു ലവോദിക്യ സഭയോടാകുന്നു ദൈവം ഈ ദിവസം ക്ഷണിക്കുകയും അവളുടെ അവളുടെ വ്യക്തമായി അവളുടെ അവസ്ഥയെ തിരിച്ചറിയുവാൻ കഴിയാതെ ഇരിക്കുന്ന ദൈവം ഈ ദിവസങ്ങൾ പറയുന്നത്. So many wonderful precious thoughts from even the scripture last week. ആ ലവോദിക്യ സഭയോട് ദൈവം പറഞ്ഞത്, ഞാനിതാ the Lord is inviting each one of us. ദൈവം ഓരോരുത്തരെയും അപ്രകാരം തന്നെ ക്ഷണിക്കുന്നു. He is calling his church. ദൈവം അവന്റെ സഭയെ ഈ ദിവസങ്ങളിൽ ക്ഷണിക്കുന്നു. calling you and me. നാം ഓരോരുത്തരെയും ദൈവം ക്ഷണിക്കുന്നു. To come to a place of fellowshipping with him. അവനോടുള്ളൊരു കൂട്ടായ്മയുടെ സ്ഥലത്തേക്ക് ദൈവം നമ്മളെ ക്ഷണിക്കുന്നു. അവനോടുകൂടെ അത്താഴം കഴിപ്പാൻ. നമ്മൾ ഈ കേൾക്കുവാൻ ഇടവന്നു, മേശയിൽ കൂടെ ആകുന്നു നമുക്ക് സിംഹാസനത്തിലേക്ക് എത്തുവാൻ കഴിയും. മേശയിൽ കൂടെ മാത്രമേ നമുക്ക് അതിജീവിക്കുന്ന ഒരു ബലം നമുക്ക് ലഭിക്കുകയുള്ളൂ. മേശയിൽ അവനോടുകൂടെ അത്താഴം കഴിക്കുന്നുവെങ്കിൽ മാത്രമേ സിംഹാസനത്തിൽ അവനോടുകൂടെ വാഴുവാൻ കഴിയുകയുള്ളൂ. The Lord is calling his church to overcome. ദൈവം അവന്റെ സഭയെ അതിജീവിപ്പാനായിട്ടാണ് വിളിക്കുന്നത്. It means the church to prevail over everything. സകലത്തിനെയും അതിജീവിപ്പാനും സകലത്തെയും ജയിപ്പാൻ തക്കവണ്ണമുള്ള. means to subdue, conquer, overcome, prevail, get the victory. ജയം ലഭിക്കുക, ശക്തി ലഭിക്കുക, പ്രബലനാകുക എന്നതാകുന്നു ആ വാക്കിന്റെ അർത്ഥം. അതിജീവിക്കുക എന്ന വാക്കിന്റെ അർത്ഥം. ഇല്ലെങ്കിൽ ആരോഹണത്തിനായിട്ടുള്ള ബലം ലഭിക്കുക എന്നാകുന്നു ആ വാക്കിന്റെ അർത്ഥം. അതിജീവിക്കുക എന്ന് ഞാൻ ഒരു കാര്യം ദൈവം നമ്മൾ ഓരോരുത്തരുടെയും ജീവിതത്തിന് മുൻപാകെ ജീവിതത്തിൽ ഇങ്ങനെയുള്ളൊരു മേശ നൽകുന്നു. മറ്റു പല കാര്യങ്ങൾ നമ്മൾക്ക് കേൾപ്പാനിട വന്നു. And we see that the mindset of men have somehow put them in a place of misery, in a place of unbelief and discouragement and defeat. അനേകരുടെ മനോഭാവമാണ് അവരുടെ ജീവിതത്തിൽ ഒരു പരിതമയമായ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവരാൻ ഇടവരുന്നത്. ഒരു പരിതാപകരമായ അവസ്ഥയിൽ വരാനുള്ള കാരണം അവരുടെ മനോഭാവം, അവരുടെ ജഡീകമായ മനോഭാവം ഇല്ലെങ്കിൽ മനസ്സ് ഉയരത്തിലുള്ള ആത്മീയ കാര്യങ്ങളെ ഉൾക്കൊള്ളുവാൻ കഴിയുന്നില്ല. അവരുടെ യുക്തിവാദി നിമിത്തം അവർ ദൈവത്തോട് തർക്കിക്കുകയും ദൈവത്തിന്റെ ഉദ്ദേശത്തെ സംശയിക്കുകയും ചോദ്യം ചെയ്യുകയും ചെയ്യുന്നു. ദൈവം എന്താ ചിന്തിക്കുന്നതെന്ന് അവൻ ചിന്തിപ്പാൻ കഴിയാത്തൊരവസ്ഥയിൽ നമ്മൾ ഈ കാര്യങ്ങൾ കഴിഞ്ഞ ആഴ്ച കേൾപ്പാൻ ഇടവന്നു. And also we heard that may the dynamite or the power of God's word and spirit blow us all out of these comfort zones and zone of our carnal reasoning. നമ്മുടെ ജഡീകമായ ചിന്തയിൽ നിന്നും ജഡീകമായ ആ മനോഭാവത്തെ മാറ്റുവാൻ തക്കവണ്ണം ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുമാറാകട്ടെ എന്ന് നമ്മൾ കാണുവാനിട. ക്രിസ്തുവിനോട് കൂടെയുള്ള ഒരു നടപ്പ്, അവനോടുകൂടെ നടപ്പാൻ മനുഷ്യ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു നടപ്പല്ല, പക്ഷെ ദൈവത്തെ കേന്ദ്രീകരിക്കപ്പെട്ട ഒരു നടപ്പിനായി ദൈവം നമ്മളെ നയിക്കട്ടെ. We cannot follow the Lord with our self life being important for us. നമ്മുടെ സ്വയ ജീവിതത്തെ നമ്മൾ മുൻഗണന നൽകുന്നു എങ്കിൽ നമ്മൾ അവനെ യേശുവിനെ അനുഗമിക്കാൻ കഴിയില്ല. ഈ ഒരു കാര്യം, അവൻ ഒരു പുരോഹിതൻ മാത്രമല്ല,
കർത്താവ് യേശു Yes. നമ്മുടെ We രാജാവും heard ആകുന്നു. very clearly the essence of sin is the love of self. പാപത്തിന്റെ അടിത്തല സ്വയമാകുന്നു. Selfishness is sinfulness. സ്വാർത്ഥത പാപമാകുന്നു. We also heard carnality is immaturity. ജഡീകത അത് അപക്വതയുമാകുന്നു എന്ന് നമ്മൾ കേൾപ്പാനിടവന്നു. Nay, സ്വാർത്ഥത carnality is പാപവും immaturity. ജഡീകത അപക്വതയും ആകുന്നു എന്ന് നമ്മൾ എപ്പോഴും To be carnally minded is to remain in a realm of immaturity perpetually in our lives. ജഡീകമായി ചിന്തിക്കുന്നുവെങ്കിൽ നമ്മൾ നിരന്തരമായി ഒരു ശൈശവ അവസ്ഥയിൽ തന്നെ തുടരേണ്ടി വരും, അല്ലെങ്കിൽ അപക്വതയിൽ തുടരേണ്ടി വരും. നമുക്ക് ആ അവസ്ഥയിൽ നിന്ന് മുന്നേറുവാൻ കഴിയില്ല. ശൈശവ അവസ്ഥയിൽ തന്നെ തുടരും. Very clearly and carefully. അതുകൊണ്ടാകുന്നു നമ്മൾ സൂക്ഷ്മതയോടും ശ്രദ്ധയോടും ദൈവവചനത്തെ കേൾക്കേണ്ടി. കഴിഞ്ഞ ആഴ്ച എനിക്കൊരു വലിയ ഭാരമുണ്ടായിരുന്നു. ഞാൻ അവസാനമായി പങ്കിട്ടൊരു ഭാരം ഇതായിരുന്നു. Many are not in a place of really, not in a place to sup with the Lord with that word God is providing for us. ദൈവം നൽകുന്ന വചനത്തോട് കൂടെ അവനോട് കൂടെ ഭക്ഷിപ്പാൻ, അതിനെ ചിന്തിപ്പാൻ, ധ്യാനിപ്പാൻ, പ്രാർത്ഥിപ്പാൻ കഴിയാത്തൊരു അവസ്ഥയിലാണ്. We are not really hungry enough to receive and appropriate that in our lives. നമ്മൾ കേൾക്കുന്ന ആ വചനത്തെ അഭിനന്ദിക്കുവാനോ ആ കേൾക്കുന്ന വചനത്തെ നമ്മുടെ ജീവിതത്തിൽ അത് പ്രവേശിപ്പാനോ നമ്മൾ അനുവദിക്കുന്നില്ല. If we continue in that condition, we are going to face a great famine in our spiritual life. ഞാൻ ഒരു കാര്യത്തോട് വളരെ വ്യക്തമായി വീണ്ടും പറയട്ടെ. ദൈവം നമുക്ക് നൽകുന്ന വചനത്തോട് നമ്മൾ ഒരു വിശപ്പില്ലെങ്കിൽ, നമ്മൾ വലിയ ഒരു ദാരിദ്ര്യത്തിലേക്ക് വരുന്ന നാളിൽ കടന്നുപോകും. The word of God is coming to us with much travail and burden and labor. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ വളരെ വേദനയോടും വളരെ പ്രയത്നത്തോടും വളരെ അധ്വാനത്തിന്റെ ഫലമായിട്ടാണ് നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നത്. ആ വചനത്തെ നമ്മൾ അവഗണിക്കരുത്. അവഗണിച്ചാൽ അത് നമുക്കാണ് ഹാനി. ഈ കാര്യങ്ങൾ ഇച്ചിരി വ്യക്തമായി ഞാൻ വീണ്ടും ആവർത്തിക്കട്ടെ. We have to be, the Lord is calling His church to sup with Him. He is providing the meat that will make a way for us to the throne, to an overcoming life. ദൈവം അവനോടുകൂടെ അത്താഴം കഴിപ്പാനും അവനോടുകൂടെ കട്ടിയുള്ള ആഹാരം കഴിച്ച് നമ്മൾ അതിജീവിപ്പാനും സിംഹാസനത്തിൽ അവനോടുകൂടെ വാഴുവാൻ യോഗ്യരാക്കുവാൻ ദൈവം മുഖാന്തരങ്ങൾ ഒരുക്കുന്നു. ഈ വചനത്തോട് നമ്മൾ പ്രതികരിക്കുകയും നമ്മളെ തന്നെ ഏൽപ്പിക്കുകയും ചെയ്യേണ്ട ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് യേശു പറയുന്നത്, കേൾക്കുവാൻ ചെവിയുള്ളവൻ അവൻ പറയുന്നത് കേൾക്കുകയും അതിന് പ്രതികരിക്കുകയും ചെയ്യുക. ചെവിയുള്ളവൻ അതിനെ ഉപയോഗിക്കട്ടെ എന്നാകുന്നു മറ്റൊരു പലപ്പോഴും കേൾക്കാനുള്ള ചെവി ഉണ്ടെങ്കിലും അതിനെ നമ്മൾ ഉപയോഗിക്കേണ്ടതുപോലെ ഉപയോഗിക്കാറില്ല. There's a great need to be open for God's word. ദൈവവചനത്തിന് തുറന്ന ഹൃദയത്തോടെ കേൾക്കേണ്ട ആവശ്യം നമുക്ക് ഓരോരുത്തർക്കുമുണ്ട്. And the Lord laid that upon my heart in a small measure yesterday. ഇന്നലെ ഈ ഒരു ഭാരം എൻ്റെ ജീവിതത്തിൽ ദൈവം ഇടുവാൻ ഇടവന്നു. We are not to reason or debate with God's word as it comes to us. ദൈവവചനം നമ്മുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അതിനോട് തർക്കിക്കുകയോ അതിനോട് വാദിക്കുകയോ ചെയ്യരുത്. യേശുവിന്റെ കാലഘട്ടത്തിൽ, യേശു ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഫരിസീയരും സദൂക്യരും ആ മനോഭാവത്തോടെയാണ് വചനത്തെ നേരിട്ടത്. യഹൂദന്മാരും അങ്ങനെയുള്ളൊരു യേശുവിന്റെ കാലഘട്ടത്തിൽ no effect over their lives. യേശുവിൽ നിന്ന് കേട്ട വചനം അവരുടെ ജീവിതത്തിൽ ഒരു പ്രയോജനമില്ലാത്തതിന്റെ കാരണം അവർ അതിനോട് അവർ ഒരു
വാദിക്കുകയും അതിനോട് They had a mind that was not really ഒരു open. പക്ഷപാതത്തോടു കൂടിയാണ് അവർ കേട്ടത്. Yes. അവർ തുറന്ന They had ഹൃദയത്തോടെ a കേട്ടില്ല. critical mind, അവർ അതിനോട് വിമർശനതയോടെ കേട്ടു, a carnal mind വിമർശന രീതിയിൽ കേട്ടു. that began to debate and reason. അവർ And the വാദിക്കുകയും net result was തർക്കിക്കുകയും they ചെയ്തു. missed the voice of the Lord. അതിന്റെ പരിണിത ഫലമായി അവർ ദൈവത്തിന്റെ ശബ്ദം അവരുടെ Yes, that's ജീവിതത്തിൽ what നഷ്ടപ്പെട്ടു. finally happened. ഇതാകുന്നു അന്തിമമായ And they സംഭവിച്ചത്. missed the will of God in their lives. അതുകൊണ്ട് അവരുടെ ജീവിതത്തിലുള്ള ദൈവഹിതവും And അവർ this can നഷ്ടപ്പെട്ടു. happen to everyone in any age. ഏത് കാലഘട്ടത്തിലും ഉള്ള ദൈവജനത്തിന് any age, അപ്രകാരം any തന്നെ time. സംഭവിക്കും. ഏത് കാലഘട്ടത്തിലും ഇത് തന്നെ സംഭവിക്കാൻ ഉള്ള സാധ്യതയുണ്ട്. It can happen in any age, any time. And we see that in the history of the church. ചരിത്രത്തിൽ നമ്മൾ കാണുന്നു, അത് We ആവർത്തിക്കുന്നതായി. see men and women who miss the will of God and the voice of God because they had a carnal mind that began to debate and reason God's word. ദൈവവചനത്തെ തർക്കിപ്പാനും അവരുടെ ജഡീകമായ മനോഭാവം കൊണ്ട് അവർ ദൈവവചനത്തോട് Many a time ഇടപെടുകയും I've seen ചെയ്തതുകൊണ്ട് that, അവർ people ദൈവശബ്ദവും become നഷ്ടപ്പെട്ടു. so carried away with the practicality of the word. ദൈവവചനത്തിന്റെ പ്രായോഗികതയെ കുറിച്ച് ഭാരപ്പെട്ട് പലരും അവന്റെ ശബ്ദത്തെ നഷ്ടപ്പെടുന്നു. അതിനെക്കുറിച്ച് അവർ വളരെ And carried away about the practical aspects of the word. ദൈവവചനത്തിന്റെ പ്രായോഗികതയെക്കുറിച്ച് അവർ ഭാരപ്പെട്ട് അതിനെക്കുറിച്ച് വളരെ കരുതുന്നവർ Now, അനേകരെ the ഞാൻ Lord wants to കണ്ടിട്ടുണ്ട്. say something to us about this. When the Lord speaks to us, യേശുക്രിസ്തു നമ്മളോട് സംസാരിക്കുമ്പോൾ, ദൈവം നമ്മളോട് സംസാരിക്കുമ്പോൾ when the Lord speaks to us, ദൈവം നമ്മളോട് ഓരോരുത്തരോടും we സംസാരിക്കുമ്പോൾ need to be open in our hearts. നമ്മുടെ ഹൃദയങ്ങൾ നമ്മൾ തുറന്ന ഒരു മനോഭാവത്തോടുകൂടെ ആ വചനം കേൾക്കണം. We are not to reason. നമ്മൾ Even if we have വാദിക്കരുത്. some doubt about it, we need to yet submit to God. നമ്മൾ ആ വചനത്തോട് നമുക്കൊരു സംശയമുണ്ടെങ്കിലും നമ്മൾ And many a time വാദിക്കരുത്, we see ന്യായവാദം many who ചെയ്യരുത്. get caught with the practical aspect of the word. വചനത്തിന്റെ പ്രായോഗിക വശത്തെക്കുറിച്ച് പലരും അങ്ങ് And I have ഭാരപ്പെട്ട് a word from the Lord about it, പിടിക്കപ്പെടുന്നു. അതുകൊണ്ട് എനിക്കൊരു കാര്യം തുടക്കത്തിൽ പറയാൻ based ആഗ്രഹിക്കുന്നു. upon God's own word. ദൈവവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഒരു കാര്യം ഞാൻ നിങ്ങളോട് Yes. ഓരോരുത്തരോടും So പറയാം. listen very carefully. ശ്രദ്ധിച്ചു കേൾക്കുക. Receive God's word when it comes to you. നിങ്ങളുടെ ജീവിതത്തിൽ ദൈവവചനം വരുമ്പോൾ As അത് his word. സ്വീകരിക്കുക. അവന്റെ വചനമായി അത് As His സ്വീകരിക്കുക. will, അവന്റെ as ഹിതമായി His mind സ്വീകരിക്കുക. for your life. എന്റെ ജീവിതത്തിനും നിങ്ങളുടെ my ജീവിതത്തിനും life. അവന്റെ ഹിതത്തെ അവൻ And we should വെളിപ്പെടുത്തുന്നതായിട്ട് let സ്വീകരിക്കുക. that word remain in us without any debate. ഒരു തർക്കവുമില്ലാതെ നമ്മുടെ ജീവിതത്തിൽ അത് വസിപ്പാൻ നമ്മൾ And ആ that's what we വചനത്തെ see അനുവദിക്കണം. in the life of the disciples. ശിഷ്യന്മാരുടെ ജീവിതത്തിൽ അതാണ് നമ്മൾ They had കാണുന്നത്. doubts, അവരുടെ ജീവിതത്തിൽ അവർക്ക് പല but they did സംശയങ്ങളുണ്ടായിരുന്നു. not reject the word. സംശയം ഉണ്ടായതുകൊണ്ട് അവർ When Mary വചനത്തെ received തള്ളിക്കളഞ്ഞില്ല. that word from the Lord through the angel of God, അവരുടെ യജമാനായ ക്രിസ്തുവിൽ നിന്ന് ആ വചനം ലഭിച്ചപ്പോൾ പല She did സംശയങ്ങൾ have a ഉണ്ടായിരുന്നെങ്കിലും ആ വചനത്തെ അവർ തള്ളിക്കളഞ്ഞില്ല. and she asked the angel. മറിയ ആ It's not that she സംശയമുണ്ടായിരുന്നു. understood everything. മറിയനോട് But the പറഞ്ഞതെല്ലാം angel said, മനസ്സിലായതല്ല. ദൂതൻ പറഞ്ഞു ഇങ്ങനെ It shall സംഭവിക്കുമെന്ന് happen. പറഞ്ഞപ്പോൾ, And she ഇങ്ങനെയൊക്കെ received. സംഭവിക്കും എന്ന് പറഞ്ഞപ്പോൾ Yes. മറിയ അത് So സ്വീകരിച്ചു. every word that God speaks, ദൈവം നമ്മളോട് സംസാരിക്കുന്ന ഓരോ however വചനവും impossible it may be in the human mind, മനുഷ്യ മനസ്സിൽ അത് എത്രയും അത് that's അസാധ്യമെന്ന് where we തോന്നുന്നുവെങ്കിലും respect God. നമ്മൾ അത് As we സ്വീകരിക്കണം. read in അവിടെയാണ് Hebrews 11, he that നമ്മൾ cometh to അവനെ God must believe that he is God as he is. അവന്റെ അടുക്കൽ വരുന്നവൻ അവൻ ദൈവമെന്നും അവൻ അവനെ അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം നൽകുന്നവൻ എന്നും വിശ്വസിച്ച് നമ്മൾ അവന്റെ സന്നിധിയിൽ കടന്നു വരണം. Yeah.
Yeah, no, padiye. Please read. Yeah. Verse 6. എബ്രായർക്കെതിരെ ലേഖനം 11:6. Quickly. എന്നാൽ വിശ്വാസം കൂടാതെ ദൈവത്തെ പ്രസാദിപ്പിക്കാൻ കഴിയുന്നതല്ല. ദൈവത്തിന്റെ അടുക്കൽ He that cometh to God must believe that he is God. അന്വേഷിക്കുന്നവർക്ക് പ്രതിഫലം കൊടുക്കുന്നു എന്നും വിശ്വസിക്കേണ്ടതല്ലോ. That he is. അവൻ ദൈവമെന്നും He is as he is. അവൻ ആകുന്നവൻ ഞാൻ And ആകുന്നവൻ he is the rewarder. അവൻ പ്രതിഫലം Diligently നൽകുന്നവനെന്നും seek him. അവനെ He അന്വേഷിക്കുന്നവർക്ക് is the പ്രതിഫലം rewarder of them നൽകുന്നവൻ. who will receive that word and wait on him to അവന്റെ perform that വചനത്തെ word. സ്വീകരിക്കുകയും അതിൽ കാത്തിരിക്കുന്നവർക്ക് അവൻ പ്രതിഫലം നൽകും എന്ന് വിശ്വസിക്കുന്നവർ उसके लिए അവൻ इंतजार करते हैं. സമീപസ്ഥനാകുന്നു. To fulfill that word, ആ വചനത്തെ he will fulfill that word. പൂർത്തീകരിപ്പാനായി അവന്റെ സന്നിധിയിൽ കാത്തിരിക്കുന്നവർക്ക് അവൻ പ്രതിഫലം So നൽകും. it's very important. Let us not neutralize, and bring to nothing that word he is speaking to us in these days. ദൈവം നമ്മളോട് സംസാരിക്കുന്ന വചനത്തെ ഇല്ലാതാക്കാതിരിപ്പാൻ നമ്മൾ ഓരോരുത്തരും സൂക്ഷിക്കണം. Yes, but receive it. Don't think about the practical aspect of it immediately. അതിന്റെ How it's പ്രായോഗിക going to വശത്തെ happen, when കുറിച്ച് it's going ഇതെങ്ങനെ to happen, സംഭവിക്കും, will it ഇതെപ്പോൾ ever happen? സംഭവിക്കും, Leave it. Just receive that ആ word. കാര്യങ്ങളെ വിട്ടുകള, സ്വീകരിക്കുക. മറിയ ആ വചനത്തെ സ്വീകരിച്ചതുപോലെ സ്വീകരിക്കുക. Let that word remain in you. ആ വചനം നമ്മുടെ Let it ജീവിതത്തിൽ not fall on the വസിക്കുമാറാകട്ടെ. wayside. അത് വഴിയരിയത്തിൽ വീഴാൻ Let it not ഇടവരാതെ, fall on a ground there is not enough ground. അധികം മണ്ണില്ലാത്തൊരു പാറമേൽ വീഴുന്ന ഒരു അവസ്ഥയിൽ Let it വരാതെ, not fall on a place where there are a lot of thorns that will choke it. മുള്ളിന്റെ ഇടയിൽ വീഴാതിരിക്കാൻ നമ്മൾ But be സൂക്ഷിക്കുക. open in your heart. തുറന്ന ഹൃദയത്തോടെ Don't അത് crush that സ്വീകരിക്കുക. word. ആ വചനത്തെ But be open in നശിപ്പിക്കരുത്, your heart. Yes. നഷ്ടപ്പെടാതിരിപ്പാൻ സൂക്ഷിക്കുക. Let it remain in us. നമ്മുടെ ഉള്ളിൽ അത് വസിപ്പാൻ ഇടവരട്ടെ. Let's not nullify that word. ആ വചനത്തെ നമ്മൾ നിർവീര്യമാക്കരുത്. But let's open and receive that word. ആ വചനത്തെ തുറന്ന് നമുക്കത് And സ്വീകരിക്കാം. remember that ഒരു കാര്യങ്ങൾ every ഓർത്തുകൊള്ളുക. word you receive നാം സ്വീകരിക്കുന്ന ഓരോ is വചനവും not going to be practical the next day. അതിന്റെ പിറ്റേ ദിവസം അത് പ്രായോഗികമാകാൻ പോകുന്നില്ല. Every word that you receive from God ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്ന ഓരോ is not a വചനവും word that is going to be practical next day in your life. പിറ്റേ ദിവസം അത് പ്രായോഗികമാകാൻ പോകുന്നില്ല. But receive that word പക്ഷെ അതിനെ with സ്വീകരിക്കുക, an open heart. തുറന്ന ഹൃദയത്തോടെ Retain സ്വീകരിക്കുക. that within you. ഉള്ളിൽ അതിനെ സംരക്ഷിക്കുക. Let it be lodged within your heart. ഹൃദയത്തിൽ അത് വസിപ്പാൻ ഇടവരട്ടെ. And when the time of testing that word would arise in ആ your life, വചനത്തിനെ പരിശോധിപ്പാനായി അതിന്റെ when പരീക്ഷണ that time സമയത്ത്, comes, ആ ഒരു സമയത്ത് I want to tell you, you will see the grace of God and the power of God to walk in that word that you have received. ആ പരീക്ഷണ സമയത്ത് ദൈവത്തിന്റെ കൃപയും ബലവും ലഭിക്കുകയും ആ വചനത്തിന്റെ വെളിച്ചത്തിൽ So നടപ്പാൻ don't ദൈവം think about സഹായിക്കുകയും it, ചെയ്യും. when it's going to be, how it's going to be, but keep that word within your heart, and the time comes, you will receive the strength, the faith, the enablement. ഇതെങ്ങനെ സംഭവിക്കും, necessary എവിടെ to സംഭവിക്കും, walk in എപ്പോൾ that, to സംഭവിക്കും experience that എന്ന word. കാര്യത്തെ വിട്ടുകളഞ്ഞ് അത് സ്വീകരിക്കുക. പരിശോധന സമയത്ത് ദൈവം ആ വചനത്തിന്റെ വെളിച്ചത്തിൽ നടപ്പാൻ തക്കവണ്ണമുള്ള ബലവും കൃപയും അവൻ നൽകും. That word will be proved in that day. ആ വചനം ആ ദിവസത്തിൽ That word നമ്മുടെ will be ജീവിതത്തിൽ proved at that time. വെളിപ്പെടുകയും ചെയ്യും. അത് തെളിവായി തീരും. Oh, may God help us to understand this. അത് തിരിച്ചറിയുവാൻ ദൈവാത്മാവ് നമ്മളെ സഹായിക്കും. So, even so is our faith. അപ്രകാരമായി ആണ് നമ്മുടെ Listen very വിശ്വാസം. carefully. ശ്രദ്ധിച്ചു കേൾക്കുക. Faith is something that has to be alive in us.
വിശ്വാസം എന്നതോ നമ്മുടെ ജീവിതത്തിൽ അത് ജീവനുള്ളതായിരിക്കണം. Though your faith may not be tried. വിശ്വാസം എപ്പോഴും You പരീക്ഷിക്കപ്പെട്ടില്ലെങ്കിലും know, your faith may വിശ്വാസം be tried in ജീവനുള്ളതായി. small ways today. ഇന്ന് ഒരു പക്ഷേ നമ്മുടെ വിശ്വാസം ചില അളവിൽ ചില തോതിൽ But അത് your faith may not be പരീക്ഷിക്കപ്പെടുമായിരിക്കും. stretched so much. നമ്മുടെ വിശ്വാസം അതിന് പൂർണ്ണ രീതിയിൽ But the അത് faith has to അതിനെ be alive in us. പരിശോധിക്കപ്പെടുകയില്ലായിരിക്കും. പക്ഷേ ആ വിശ്വാസം നമ്മുടെ ജീവിതത്തിൽ ജീവനുള്ളതായിരിക്കണം. And that is called the living faith. ആ The faith lives വചനമാണ് within you. ജീവനുള്ള And that is your വിശ്വാസം. trust സോറി, in the ആ living വിശ്വാസമാണ് ജീവനുള്ള വിശ്വാസം. And the situation hasn't come yet. നമ്മളെ പരീക്ഷിക്കുന്ന You know, when സാഹചര്യം the situation വന്നില്ലായിരിക്കും. comes, പക്ഷെ ആ സാഹചര്യം faith will വരുമ്പോൾ arise. നമ്മുടെ ഉള്ളിൽ ജീവനുള്ള വിശ്വാസം remember, faith ഉയരും. doesn't come rushing at that moment in anybody's life. സാഹചര്യത്തിൽ നമ്മുടെ ജീവിതത്തിൽ പറന്നു വരുന്നതല്ല വിശ്വാസം, പക്ഷെ You know, but it സാഹചര്യത്തിൽ is to be ഉയർന്നു something വരുന്നതാണ് that has to വിശ്വാസം. be within us alive. നമ്മുടെ ഉള്ളിൽ ആ വിശ്വാസം You know, that is called the practical faith. ജീവനുള്ളതായി വസിക്കുമ്പോൾ സാഹചര്യത്തിൽ That is called അത് the living ഉയർന്നു വരും. അതാകുന്നു ജീവനുള്ള You know, വിശ്വാസം. faith is within. ആ വിശ്വാസം നമ്മുടെ ഉള്ളിലുണ്ട്. It is growing അത് വളരുന്നു. from faith to faith. വിശ്വാസത്തിൽ നിന്ന് There may not be വിശ്വാസത്തിലേക്ക് a അത് great വളരുന്നു. situation in somebody's life. നമ്മുടെ ജീവിതത്തിൽ ഒരു വലിയ പ്രതിസന്ധി നമ്മൾ But if you're നേരിടുന്നില്ലായിരിക്കും. really cherishing and nourishing His word, പക്ഷെ ആ നമ്മൾ കേൾക്കുന്ന വചനത്തെ നമ്മൾ സംരക്ഷിക്കുകയും cometh അത് by hearing. അത് പരിശോധിക്കുക, അത് and hearing പരിപാലിക്കുകയും by the word. വിശ്വാസത്താലും വിശ്വാസത്തിന്റെ So the കേൾവിയാലും faith വരുന്ന is വിശ്വാസത്തെ progressing in your life. നമ്മൾ പരിപാലിക്കുന്നു Your എങ്കിൽ trust in the Lord is becoming stronger. ദൈവത്തിലുള്ള ആശ്രയം നമ്മുടെ ജീവിതത്തിൽ And then വളരുകയും comes a ശക്തിപ്പെടുകയും ചെയ്യും. situation in your life അങ്ങനെയുള്ള ഒരു സമയത്ത് വലിയൊരു when that സാഹചര്യം faith വരുമ്പോൾ rises up within you. ആ സാഹചര്യത്തിൽ ആവശ്യമുള്ള And that is വിശ്വാസം called the നമ്മുടെ practical ഉള്ളിൽ faith. നിന്ന് ഉയർന്നു വരും. ഇതാകുന്നു living faith, പ്രായോഗിക which is വിശ്വാസം. alive in ഇല്ലെങ്കിൽ us, ജീവനുള്ള വിശ്വാസം. becomes a practical faith. നമ്മുടെ ഉള്ളിൽ ജീവിക്കുന്ന so, the വിശ്വാസം word of അതൊരു God, പ്രായോഗികമായ വിശ്വാസമായി തീരും. അപ്രകാരം the തന്നെയാണ് word that you ദൈവവചനം. receive, നമ്മൾ open സ്വീകരിക്കുന്ന heart, വചനം, തുറന്ന ഹൃദയത്തോട് right mentality, സ്വീകരിക്കുന്ന വചനം, not with a debating സത്യ mind, മനോഭാവത്തോടു കൂടി with an സ്വീകരിക്കുന്ന വചനം. arguing carnal mind, നമ്മൾ അതിനോട് Saying, how can it തർക്കിക്കാതെയും happen? അതിനോട് I don't think it വാദിക്കാതെയും can ever സ്വീകരിക്കുന്ന happen. വചനം. ഇതെങ്ങനെ സംഭവിക്കുന്നത് My life is എനിക്ക് not like തോന്നുന്നില്ല, others. മറ്റുള്ളവരെ പോലെ I അല്ല don't എന്റെ think I ജീവിതം, can make it. എനിക്കിത് Now, these are എത്താൻ all കഴിയുമോ man's എന്ന് എനിക്ക് തോന്നുന്നില്ല. imagination and arguments. ഇതൊക്കെ വെറും നമ്മുടെ These empty arguments will take you നമ്മുടെ nowhere. തർക്കങ്ങളും നമ്മുടെ It has സങ്കല്പങ്ങളാകുന്നു. kept you in a spiritual wilderness all these ഈ years. തർക്കങ്ങളും സങ്കല്പനങ്ങളും ഒക്കെ നമ്മളെ ആത്മീയ God is മരുഭൂമിയിൽ calling you to ഇത്രയും sup കാലം with Him in വെച്ചിരുന്നു. this hour. പക്ഷെ ദൈവം നമ്മളെ വിടുവിപ്പാൻ ആഗ്രഹിക്കുന്നു. It is time to set this self aside. ഈ നമ്മുടെ ആ സ്വയത്തെയും നമ്മുടെ ആ It is തർക്കത്തെയും time to അവിശ്വാസത്തെയും deny this self. സംശയത്തെയും മാറ്റിവെച്ച് It is അവനിൽ time to agree with God and His word. ദൈവവും അവന്റെ വചനത്തോടും നമ്മൾ So ഏകീകരിക്കുന്ന let the സമയം word ഇതാ become വന്നിരിക്കുന്നു. a living word in us now and today. Cherish that word. ആ And വചനത്തിൽ meditate on that സന്തോഷിക്കുക, word. ആ വചനത്തെ ധ്യാനിക്കുക, Pray over that word. ആ വചനത്തോട് Don't ആ too much വചനത്തെ be കുറിച്ച് concerned പ്രാർത്ഥിക്കുക. about the practicality of that word. ആ വചനം എപ്പോൾ Live it. പ്രായോഗികമാകും അതിനെ കുറിച്ചല്ല but നമ്മൾ cherish ഭാരപ്പെടുന്നത്. that word. ആ പക്ഷേ അത് പ്രാർത്ഥിക്കുക, Meditate on വചനത്തെ that പ്രാർത്ഥിക്കുക, word. ആ വചനത്തെ Pray ധ്യാനിക്കുക, over that word. ആ വചനത്തെ കുറിച്ച് പഠിക്കുക. How this is how that word will continue to live within you. ഇങ്ങനെയാണ് നമ്മൾ കേൾക്കുന്ന വചനം നമ്മുടെ ഉള്ളിൽ അത് ജീവനുള്ളതായി And തീരുന്നത്. then it will become a practical word in your life. അങ്ങനെയാണ് ഇത് ഒരു പ്രായോഗിക ജീവിതം But ആയി many തീരുന്നത്, have ഒരു പ്രായോഗിക an വചനമായി attitude തീരുന്നത്. പലർക്കും that ഇങ്ങനെയുള്ള is ഒരു not മനോഭാവം, right towards God. ദൈവത്തോടും That ദൈവവചനത്തോടും is not ഒരു right ശരിയായ towards God. മനോഭാവം ഇല്ലാത്ത പലരുമുണ്ട്. You know, an attitude that takes the word lightly. ആ ദൈവവചനത്തെ വളരെ ലാഘവത്തോടെ എടുക്കുന്ന ഒരു Yes. മനോഭാവം. A heart that is not serious with the word that is
being given by God today. ദൈവം നമുക്ക് നൽകുന്ന വചനത്തോട് ഗൗരവമില്ലാത്ത ഒരു മനോഭാവം, Yes, full of unbelief. അവിശ്വാസം നിറഞ്ഞ ഒരു മനോഭാവം. The natural man and the self comes first and then begins to debate and argue with that word. നമ്മുടെ സ്വാഭാവിക മനുഷ്യനും നമ്മുടെ ചിന്തകളും ജഡീകമായ ചിന്തകളും ആ വചനത്തോട് That's why the തർക്കിക്കുന്ന Hebrew ഒരു writer അവസ്ഥ. says, അതാകുന്നു എബ്രായ ലേഖനം പറയുന്നത്. let me turn to that scripture so that my വേദ brother will get it ഭാഗത്തിലേക്ക് rightly. നമുക്ക് തിരിക്കാം. Hebrews chapter 4. എബ്രായർക്കെഴുതിയ ലേഖനം 4-ാം അധ്യായം Yes. Verse 2. Chapter 4 and verse 2. എബ്രായർ 4-ന്റെ For 2-ാം unto us വാക്യം. was the gospel preached as well as unto them, but the word preached did not profit them, nor not being mixed with faith in them that heard it. They did not mix the word they heard with faith. അവരെ പോലെ നാമും ഒരു സദ്വർത്തമാനം Now, കേട്ടവരാകുന്നു എങ്കിലും how is the word of God? How do you meet with God's word? കേട്ട വചനം അവർക്ക് ഉപകാരമായി വന്നില്ല. Even tonight, ഈ രാത്രി as you're hearing God's word, നിങ്ങൾ കേൾക്കുന്ന ഈ വചനം are you receiving that word with faith? വിശ്വാസത്തോടെയാണ് ഈ വചനത്തെ സ്വീകരിക്കുന്നത്? How do you meet with God's word? ദൈവവചനത്തെ നിങ്ങൾ എങ്ങനെയാണ് സന്ധിക്കുന്നത്? That's very important. വിശ്വാസമായി പരിഗമിച്ചില്ല, Meet with the word with faith in your പരിണമിച്ചില്ല. heart. വിശ്വാസത്തോടെയാണോ വചനം കേൾക്കുന്നത്? Do you meet with God's word in faith, exercising your faith? വിശ്വാസത്തെ So when you receive God's വിശ്വാസത്തോടെയാണോ word with ദൈവവചനം that നമ്മൾ faith you കേൾക്കുന്നത്? have already, I tell you, it's going to bring a measure more of faith into your life. ആ നമ്മളുള്ള അളവിലുള്ള വിശ്വാസത്തോടെ വചനം കേൾക്കുമ്പോൾ ആ വിശ്വാസത്തിൽ നിന്ന് വിശ്വാസത്തിലേക്ക് And വളരും. as yesterday we were gathered here, നമ്മൾ കൂടി വന്നപ്പോൾ the Lord began to place this thought within my heart. ഒരു ചിന്ത ദൈവം എന്റെ ഹൃദയത്തിൽ ഇടാനിട വന്നു. And the Lord wanted me to share that with us. ആ വചനം So the പങ്കിടാനായിട്ട് Lord is ദൈവനെ calling പ്രേരിപ്പിച്ചു. His church to a place that we may sup with Him, അവനോട് കൂടെ അത്താഴം കഴിക്കുന്ന ഒരു that He may give His മേശയിലേക്കാണ് word to the ദൈവം നമ്മൾ church, അങ്ങനെ ആ that she may അത്താഴത്തിൽ come to that place of overcoming and prevailing, അതിജീവിക്കുവാൻ ascending in തക്കവണ്ണം the ഉള്ള strength ഒരു of that ബലം word. നൽകുന്ന കട്ടിയുള്ള ആഹാരം നൽകാൻ ദൈവം ഇച്ഛിക്കുന്നു. അങ്ങനെ നമുക്ക് ആ ആത്മീയമായ ഒരു And come to that ആരോഹണത്തിനുള്ള ബലം, overcoming and to His very throne. അങ്ങനെ ബലം പ്രാപിച്ച് നമുക്ക് അതിജീവിപ്പാനും നൽകുന്ന ഒരു മേശയിലേക്ക് ദൈവം നമ്മൾ Listen to ക്ഷണിക്കുന്നു. God tonight very clearly. ശ്രദ്ധിച്ചു കേൾക്കാം. How am I receiving His word tonight? ഇന്ന് രാത്രിയും ഞാൻ എപ്രകാരമാണ് ഈ വചനത്തെ If we have made സ്വീകരിക്കുന്നത്? mistakes in the past, നമ്മുടെ let's ജീവിതത്തിൽ not repeat that പിൻകാലത്തിൽ നമ്മൾ anymore in our lives. പല തെറ്റുകളും ചെയ്തിട്ടുണ്ടെങ്കിലും അത് ഇനിയും It did അതിൽ not തുടരുവാൻ profit them, the Hebrew writer says. If അത് you അവർക്ക് have not പ്രയോജനപ്പെട്ടില്ല. profited, you have suffered loss already. ഇതുവരെയും പ്രയോജനപ്പെട്ടില്ലെങ്കിൽ അത് നമുക്ക് വലിയൊരു നഷ്ടമായി പരിഗമിച്ചിട്ടുണ്ട്. नहीं, अगर लाभ नहीं उठाया तो हानि उठाया. If you have not പ്രയോജനമില്ലെങ്കിൽ അത് profited, ഹാനിയായി തീർന്നു, then you have നഷ്ടമായി തീർന്നു. suffered loss already in your life. എന്റെ ജീവിതത്തിൽ ഞാൻ കേട്ട വചനം സത്വർത്തമാനം എന്റെ ജീവിതത്തിൽ പ്രയോജനപ്പെട്ടിട്ടില്ലെങ്കിൽ അത് വലിയൊരു നഷ്ടമായിട്ടുണ്ട്. Not വലിയ because നഷ്ടം God ഞാൻ did not give നേരിട്ടിട്ടുണ്ട്. His word to us, but we didn't receive it the way we should have received it in our lives. ഇന്ന് പലരും നഷ്ടത്തിൽ തുടരാനുള്ള കാരണം ദൈവം അവന്റെ വചനം നൽകാത്തത് കൊണ്ടല്ല, പക്ഷെ നമ്മൾ കേട്ട വചനം നമ്മൾ വിശ്വാസത്തോടു കൂടെ അത് പരിഗമിക്കാത്തത് കൊണ്ടാകും. So we cannot blame God. അതുകൊണ്ട് നമുക്ക് ദൈവത്തെ The Lord കുറ്റം is saying to ചാർത്താൻ the church കഴിയില്ല. which is wretched, poor and naked. നമ്മൾ അതുകൊണ്ടാണ് ഇപ്പോഴും അന്ധരും നഗ്നരും Will they buy of me? ആയിരിക്കുന്നത്. Open the door. Sup with me. But if she refuses, പക്ഷേ she will നമ്മൾ continue in that condition of അവന്റെ ശബ്ദം കേട്ട് poverty നമ്മൾ and വാതിൽ wretchedness. തുറക്കുന്നില്ലെങ്കിൽ നമ്മൾ ദാരിദ്ര്യത്തിലും നമ്മൾ നഗ്നതയിലും നമ്മൾ അന്ധതയിലും തുടരേണ്ട ആവശ്യം വരും, അല്ലെങ്കിൽ തുടരേണ്ടി Now, വരും. as suddenly last evening in the meeting, the Lord gave me this expression in my prayer of Israel in the Old Testament.
ഇസ്രായേൽ മക്കളെ കുറിച്ച് ഒരു വാക്ക് വചനം ദൈവം എൻ്റെ ഹൃദയത്തിൽ ഇട്ടു. You know, it just came spontaneously in prayer, and the Lord led me further to spend some time with that word. ഞാൻ ഇങ്ങനെ ആ വചനം എൻ്റെ ഉള്ളിൽ ദൈവം ഇടുകയും ആ വചനം ധ്യാനിപ്പാൻ ഇടവന്നു. Now, turn with me. You know, we see in the book of Exodus chapter 16. പുറപ്പാട് പുസ്തകം 16-ാം അധ്യായം നമ്മൾ തിരിയുമ്പോൾ Exodus chapter 16. Verse 2, to save time. Yes. എൻ്റെ Chapter രണ്ടാം വാക്യം 16 of Exodus, verse 2. 16-ന്റെ And the 2. whole congregation of children of Israel murmured against Moses and Aaron in the wilderness. ആ മരുഭൂമിയിൽ വെച്ച് ഇസ്രായേൽ മക്കളുടെ സംഘമൊക്കെ മോശയ്ക്കും അഹരോനും വിരോധമായി പിറുപിറുത്തു. Verse 3. And the children of Israel said unto them, Would to God we had died by the hand of the Lord in the land of Egypt, when we sat by the flesh pots, and when we did eat bread to the full. For ye have brought us forth into this wilderness to kill this whole assembly with hunger. ഇസ്രായേൽ മക്കൾ അവരോട്, ഞങ്ങൾ ഇറച്ചിക്കലങ്ങളുടെ അടുക്കൽ ഇരിക്കുകയും തൃപ്തിയാകും വണ്ണം ഭക്ഷണം കഴിക്കുകയും ചെയ്ത മിസ്രൈം ദേശത്ത് വെച്ച് യഹോവയുടെ കയ്യാൽ മരിച്ചിരുന്നു എങ്കിൽ കൊള്ളാമായിരുന്നു. നിങ്ങൾ ഈ സംഘത്തെ മുഴുവനും പട്ടിണിയിട്ട് കൊല്ലുവാൻ ഈ മരുഭൂമിയിലേക്ക് കൂട്ടിക്കൊണ്ടു വന്നിരിക്കുന്നു എന്ന് പറഞ്ഞു. Yes. Now this is what happened with the people who were saved by the blood of the Lamb. കുഞ്ഞാടിന്റെ രക്തത്താൽ രക്ഷിക്കപ്പെട്ട ഒരു ജനത്തിന് സംഭവിച്ച കാര്യമാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. അടിമത്തത്തിൽ നിന്ന് വിടുവിക്കപ്പെട്ട ഒരു ജനത്തിന്റെ അവസ്ഥ. ചെങ്കടൽ വളരെ വളരെ ദൈവത്തിന്റെ വളരെ ശക്തിയുള്ള കരങ്ങളാൽ അവർ ആരുകയും ചെയ്തു. ദൈവത്തിന്റെ അത്ഭുത കരത്തെ അവർ അനുഭവിക്കുകയും ചെയ്തു. മിസ്രൈമിൽ നിന്നും മിസ്രൈം വിട്ടപ്പോഴും അനുഭവിച്ച ഒരു ജനത്തിന്റെ അവസ്ഥയാണ് നമ്മൾ ഇവിടെ കാണുന്നത്. അവർ അനുഭവിച്ച അത്ഭുതങ്ങൾ മതിയായിരുന്നു യഹോവയിൽ പൂർണ്ണമായി ആശ്രയിച്ച് എബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവത്തിൽ വിശ്വസിച്ച് അവർ കാനാൻ ദേശത്തിൽ വാഗ്ദത്ത ദേശത്തിലേക്കും എത്താനുള്ള അനുഭവം അവർ അനുഭവിച്ചു. പക്ഷേ 15-ാം വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നു. Yes. And when the children of Israel saw it, they said one to another, It is manna, for they wist not what it was. And Moses said unto them, This is the bread which the Lord hath given you to eat. ഇസ്രായേൽ മക്കൾ അത് കണ്ടാറെ എന്തെന്ന് അറിയായികയാൽ ഇത് എന്ത് എന്ന് തമ്മിൽ ചോദിച്ചു. മോശ അവരോട്, ഇത് യഹോവ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തന്നിരിക്കുന്ന ആഹാരമാകുന്നു. This is the bread which the Lord hath given you to eat. ഇത് യഹോവ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തന്നിരിക്കുന്ന ആഹാരം ആകുന്നു. Which the Lord hath given you to eat. ഇത് യഹോവ നിങ്ങൾക്ക് ഭക്ഷിപ്പാൻ തന്നിരിക്കുന്ന ആഹാരം ആകുന്നു. To the book of Numbers. സംഖ്യാപുസ്തകം. The book of Numbers. സംഖ്യ and chapter 11. The book of Numbers, chapter 11. സംഖ്യാപുസ്തകം 11-ാം അധ്യായം. Yes. We are reading at verse 4. അതിന്റെ 4-ാം വാക്യം. And the mixed multitude that was among them fell a lusting, and the children of Israel also wept again, and said, Who shall give us flesh to eat? We remember the fish which we did eat in Egypt freely, the cucumbers
and the melons and the leeks and the onions and the garlic. But now our soul is dried away. There is nothing at all beside this manna. Beside this manna before our eyes. പിന്നെ അവരുടെ ഇടയിലുള്ള സമ്മിശ്ര ജാതി ദുരാഗ്രഹികളായി ഇസ്രായേൽ മക്കൾക്കും വീണ്ടും കരഞ്ഞുകൊണ്ട് ഞങ്ങൾക്ക് തിന്നാൻ ഇറച്ചി ആര് തരും? ഞങ്ങൾ മിസ്രൈമിൽ വെച്ച് വില കൂടാതെ തിന്നിട്ടുള്ള മത്സ്യം, വെള്ളരിക്ക, മത്തങ്ങ, ഉള്ളി, ചുവന്നുള്ളി, ചിറ്റുള്ളി എന്നിവ ഞങ്ങൾ ഓർക്കുന്നു. ഇപ്പോഴോ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. ഈ മന്ന അല്ലാതെ ഒന്നും കാണാനില്ല എന്ന് പറഞ്ഞു. Let's be open to the Holy Spirit. ദൈവവചനത്തോട് നമ്മൾ തുറന്ന മനോഭാവത്തോടെ കേൾക്കാം. Manna, which is the bread of God from heaven. ദൈവം ഭക്ഷിപ്പാൻ തന്ന ആഹാരമായ മന്ന അവർ ഭക്ഷിച്ചു. There are a lot of things about that very expression, bread of God. ദൈവം ഭക്ഷിപ്പാൻ നൽകിയ ആഹാരം. That bread which came from heaven. സ്വർഗ്ഗത്തിന്റെ അപ്പം. The Lord Jesus said in John chapter 6. യോഹന്നാന്റെ സുവിശേഷം 6-ാം അധ്യായത്തിൽ പറഞ്ഞു, My Father will give you bread. എന്റെ പിതാവ് നിങ്ങൾക്ക് അപ്പം And all of them said, Give us evermore. ഞങ്ങൾക്ക് തുടർന്നും നൽകുക. ഞാനാകുന്നു അപ്പം. They never had any more hunger. അങ്ങനെ യേശു പറഞ്ഞപ്പോൾ അവരുടെ വിശപ്പെല്ലാം പറന്നുപോയി. All their hunger left. Because their desire was for some other bread. കാരണം അവരുടെ ആഗ്രഹം മറ്റ് അപ്പമായിരുന്നു. പക്ഷെ നമുക്ക് മടങ്ങി വരാം. ഈ Now the Lord said, Moses said, This is the bread of God. ഇത് ദൈവത്തിന്റെ ആഹാരം, നിങ്ങൾക്ക് നൽകപ്പെട്ടിരിക്കുന്ന ദൈവത്തിന്റെ ആഹാരം എന്ന് പുറപ്പാട് പുസ്തകത്തിൽ നമ്മൾ വായിച്ചു. But we see that they loathe the bread. പക്ഷെ ആ ആഹാരത്തെ അവർ വെറുത്തു. Yes, loathed it. അതിനെ അവർ മതിച്ചു. That bread from heaven. They had little respect. ആ ആഹാരത്തോട് മതിപ്പ് തോന്നി. അതിനോട് ഒട്ടും ബഹുമാനമില്ലായിരുന്നു. ആ ആഹാരത്തെ അവർ താരതമ്യപ്പെടുത്തിയത് അവരുടെ സാധാരണ ദൈനംദിന മിസ്രൈമിൽ നിന്ന് കഴിച്ച ഉള്ളിയും ചെറ്റുള്ളിയും ചിറ്റുള്ളിയും വെള്ളരിക്കയുമായിട്ട് അവർ താരതമ്യപ്പെടുത്താൻ തുടങ്ങി. Now here the Lord was അവർ വെറുത്തു, മതിച്ചുവല്ല വെറുത്തു. ആ സ്വർഗത്തിന്റെ ആഹാരം, സ്വർഗീയ അപ്പത്തെ അവർ വെറുത്തു. It didn't cost them a penny. അവർക്ക് ഒരു വിലയും കൊടുക്കണ്ടായിരുന്നു. It was just free for them. ദൈവം അവർക്ക് സൗജന്യമായി നൽകി. All that they had to do was just go out and pick it up. അവർ ചെയ്യേണ്ട ഒന്ന് മാത്രമേ ഉള്ളായിരുന്നു, പോയി ശേഖരിക്കുക. അത്രയുമേ ദൈവം അവരോട് പറഞ്ഞു. It was so freely given to them. സമൃദ്ധിയായും സൗജന്യമായി ദൈവം അവർക്ക് നൽകി. They loathed it. പക്ഷെ അവർ they had no appreciation for it. അതിനോട് അവർക്കൊരു ബഹുമാനമില്ലായിരുന്നു. That this manna was to be their food for the rest of the years. വരുവാനുള്ള കാലത്തേക്കുമുള്ളതാകുന്നു എന്ന് അവർ ഓർത്തില്ല. 40 years they were to eat this manna. ഈ മന്നയായിരുന്നു വരുന്ന ഇനി 40 വർഷം അവർക്ക് ദൈവം നൽകാൻ പോകുന്നത്. It was to prepare them all the way till they cross over to the land of promise. വാഗ്ദത്ത ദേശത്തിലേക്ക് പ്രവേശിക്കുന്നത് വരെ അവരെ ബലപ്പെടുത്താൻ ദൈവം ഒരുക്കിയ ആഹാരമായിരുന്നു ഈ മന്ന. We see therefore they didn't have a heart of appreciation for that which God provided for them. ദൈവം അവർക്ക് നൽകിയിരിക്കുന്ന ആഹാരത്തെ, അപ്പത്തെ അവർ അഭിനന്ദിച്ചില്ല, ആദരിച്ചില്ല, ബഹുമാനിച്ചില്ല. They murmured. അവർ പിറുപിറുത്തു. And not only that, അവർ പിറുപിറുക്കുക മാത്രമല്ല, അവരുടെ ഹൃദയത്തെ ഒന്ന് നോക്കാം. 5-ാം വാക്യം, we remember the fish. ഞങ്ങൾ It's not only they said that we are fed up of this bread you are giving to us. മത്സ്യത്തെ ഓർക്കുന്നു. Not only that we are fed up of it, but they said, but we remember.
ഞങ്ങൾ ഓർക്കുന്നു We remember our meals in Egypt. മിസ്രൈമിലെ ഞങ്ങളുടെ ആഹാര രീതികളെ Oh, the ഞങ്ങൾ fish ഓർക്കുന്നു. that we ate there. ഞങ്ങൾ അവിടെ കഴിച്ച മത്സ്യത്തെ, And everything else that we ate there. അവിടുത്തെ വെള്ളരിക്കയെ, നമ്മൾ അവിടെ കഴിച്ച ആഹാരത്തെ And you ഞങ്ങൾ know what they ഓർക്കുന്നു. said? എന്നിട്ട് എന്താ This പറഞ്ഞത്? is the deception. ഇവിടെയാണ് വഞ്ചന. And that's the deception we should see. നമ്മൾ സൂക്ഷിക്കേണ്ട We did eat വഞ്ചന in അവിടെയാണ്. Egypt freely. നമ്മൾ They were വില working കൂടാതെ like നമ്മൾ donkeys. സൗജന്യം അവർ They were working in അവരുടെ Brooklyn അടിമകളായി from day till late nights. അവർ രാവിലെ തൊട്ട് രാത്രി വരെ വയോളം They had അധ്വാനിച്ച് hard അടിമകളെ work, പോലെ അധ്വാനിച്ച് masters over them. അവരെ Their അവരുടെ whips were യജമാന്മാരെ lashing at അവരെ their backs. അടിച്ച് അവർക്ക് And പീഡിപ്പിച്ച് what they said? It was freely given to us. പക്ഷെ അവർ പറയുന്നത് നമുക്ക് സൗജന്യമായി ധാരാളം ലഭിച്ച ആഹാരം. അതിന്റെ അർത്ഥം എന്താ? They were eating the meal of slavery. അവർ അടിമത്തത്തിന്റെ They were ആഹാരം eating കഴിക്കുമായിരുന്നു. the meal of bondage. അവർ ബന്ധനത്തിന്റെ ആഹാരം കഴിക്കുമായിരുന്നു. Precious then, this heavenly meal, that the bread of heaven, the bread from heaven, that പക്ഷെ God was ഇപ്പോൾ providing for അവർക്ക് them ദൈവം freely. സൗജന്യമായി ധാരാളമായി നൽകിയ ഈ സ്വർഗീയ അപ്പത്തെ അവർ വെറുത്തു. അതിനൊരു ആദരമില്ല. Deception that is. എന്തൊരു വഞ്ചനയാണ്. And how true that is. മിസ്രൈമിലെ കഷ്ടപ്പാടിൽ നിന്ന് ലഭിച്ച ആഹാരത്തെ അവർ വലുതായി എണ്ണുകയും ഇവിടെ സൗജന്യമായി ദൈവം നൽകിയ ആഹാരത്തെ അവർക്ക് പോരായ അവർ അതിനെ വെറുത്തു. Everything the world gives to them. ലോകം അവർക്ക് കൊടുത്തതിനെ അവർ മതിക്കുകയും ദൈവം അവർക്ക് കൊടുക്കുന്നതിനെ അവർ വെറുക്കുകയും ചെയ്തു. അവർക്ക് ഒരിക്കലും തോന്നിയില്ല ദൈവം അവർക്ക് നൽകുന്നതാണ് അവരുടെ ജീവിതത്തിൽ ബലപ്പെടുത്തുന്നത്. പക്ഷെ അവർ അവർ ചിന്തിക്കുകയും അവർ വിചാരിക്കുകയും ചെയ്തത് അടിമത്തത്തിന്റെ നിന്ന് ലഭിച്ച ആഹാരം. Now they say, ഇപ്പോഴവർ പറയുന്നത് here in verse 6, 6-ാം വാക്യം, but now our soul is dried away. ഇപ്പോൾ ഞങ്ങളുടെ പ്രാണൻ പൊരിഞ്ഞിരിക്കുന്നു. Yeah, सूख गया. That's right. പൊരിഞ്ഞിരിക്കുന്നു. Dried. പൊരിഞ്ഞിരിക്കുന്നു. Our soul is dried. ഉണങ്ങിയിരിക്കുന്നു. ഞങ്ങളുടെ പ്രാണൻ ഉണങ്ങിയിരിക്കുന്നു. Yes. Means അതിന്റെ അർത്ഥം, the food, Lord, you are giving, it is not doing any good in me. അതിന്റെ അർത്ഥം ഇതാണ്. അവർ പറയുന്നത്, ദൈവമേ നീ തരുന്ന ആഹാരം കൊണ്ട് എനിക്ക് ഒരു പ്രയോജനമില്ല, അതെന്നെ ബലപ്പെടുത്തുന്നില്ല. Deceitful that is. എന്തൊരു വഞ്ചനകരമായ മനോഭാവം അത്. And isn't it true today that many believers, ഇന്ന് അനേക വിശ്വാസികളും like അവരുടെ Israel, ജീവിതത്തിൽ all ഇസ്രായേൽ saved മക്കളെ and പോലെ baptized, അവർ വീണ്ടും ജനിക്കപ്പെടുകയും സ്നാനപ്പെടുകയും ചെയ്ത their attitude is വിശ്വാസികൾ. the same towards God's word today. ദൈവവചനത്തോടുള്ള മനോഭാവം ഇപ്രകാരം തന്നെയല്ലേ ഇന്ന് അനേകരുടെ, അങ്ങനെയുള്ള ജനങ്ങളുടെ, വിശ്വാസികളുടെ മനോഭാവം. When you read verse 7, 7-ാം വാക്യം ഇങ്ങനെ look at what വായിക്കുന്നു. it says. And the manna was as coriander seed, and the color thereof as color of delirium. And we see here very clearly that, in other words, it was pleasant to the eye. And it was good. And the people went about and gathered it and ground it in mills and beat it in a mortar and baked it in pans and made cakes of it, and the taste of it as the taste of fresh oil. 7-8 വാക്യങ്ങൾ. ജനം നടന്ന് പെറുക്കി തിരുകല്ലിൽ പൊടിച്ചിട്ടോ ഉരലിൽ ഇടിച്ചിട്ടോ കലത്തിൽ പുഴുങ്ങി അപ്പം ഉണ്ടാക്കും. അതിന്റെ രുചി എണ്ണ ചേർത്തുണ്ടാക്കിയ ദോശ പോലെയായിരുന്നു. It was so good. നല്ലതായിരുന്നു. It was not just something looking like a small thing and then you have to eat it like that, but you could make many things out of it. ആ ഒരു ചെറിയൊരു സംഭവം അല്ലായിരുന്നു, പക്ഷേ ആ ഒരു Yes, it's all മന്ന written here. കൊണ്ട് What all you could make പല out of കാര്യങ്ങളും ഉണ്ടാക്കാൻ പറ്റുന്നത് ഇവിടെ വായിക്കുന്നു. it. It was not to be called a dry bread.
വെറും ഉണക്ക റൊട്ടി എന്ന് വിളിക്കേണ്ട ഒരു കാര്യമല്ലായിരുന്നത്. It was not a dry bread. അതൊരു ഉണക്ക റൊട്ടി അല്ലായിരുന്നു. The heavenly bread has all the vitamins for your life. ജീവിതത്തിൽ ആവശ്യമുള്ള എല്ലാ പോഷകവും The God who created you പോഷകവും ആ is now giving you a meal അപ്പത്തിലുണ്ടായിരുന്നു. that will feed you all the years to come. വരുവാനുള്ള സമയവും ആ യാത്രയിലൊക്കെ ബലപ്പെടുവാനായിട്ടുള്ള പോഷകം ആ You don't have to അപ്പത്തിലുണ്ടായിരുന്നു. go for anything to have protein. You don't have to go for something to have some other mineral in your body. വിറ്റമിൻ വായിക്കാനോ ഇല്ലെങ്കിൽ മിനറൽസ് കഴിക്കാനോ അതിന്റെ ഒന്നും ആവശ്യമില്ല. അതെല്ലാം ഈ മന്നയിൽ But they ഉൾക്കൊണ്ടിട്ടുണ്ട്. said, പക്ഷെ അവർ soul പറഞ്ഞത് is dried up. ഞങ്ങളുടെ പ്രാണൻ ഉണങ്ങിപ്പോകുന്നു, വരണ്ടു പോകും. They called it dry bread. അവരതിനെ But they ഉണങ്ങിയ remembered റൊട്ടി. Egypt and the bread that they ate there. പക്ഷെ മിസ്രൈമിൽ നിന്ന് അവിടെ അടിമത്തത്തിൽ കഴിച്ച ആഹാരം വളരെ They talked രുചികരമായിരുന്നു എന്ന് about പറഞ്ഞു. the Egypt's, the cheap attitude they had. They brought it out before God. അവരുടെ ആ മനോഭാവം അത് വെളിപ്പെടുക ചെയ്തു, ദൈവസന്നിധിയിൽ അത് വെളിപ്പെടുക ചെയ്തു. And they said, we freely ate it. ഞങ്ങൾ അത് സൗജന്യത്തോടെ it was അന്ന് not കഴിച്ചു. free. പക്ഷെ ഓർക്കുക, It was അവർ at the cost സൗജന്യത്തിലല്ല of their life. ലഭിച്ചത്. അവരുടെ ജീവൻ പണയം വെച്ചിട്ടാണ് അവർക്ക് It അവരുടെ was at ആഹാരം the അന്ന് cost ലഭിച്ചത്. of their മിസ്രൈമിൽ life നിന്ന് they were eating and drinking. ജീവൻ and feasting. പണയം വെച്ച് ആണ് അവർ മിസ്രൈമിന്റെ അടിമത്തത്തിൽ നിന്ന് അവർക്ക് ആഹാരം ലഭിച്ചത്. And many would like to live that life today. ഇന്ന് അനേകർ ഇന്നും ആ അവസ്ഥയാണ് അവർ സന്തോഷിക്കുന്നത്. അവർക്ക് ദൈവത്തെ വേണ്ട, But they want to neutralize God's word. ദൈവവചനത്തെ അവർ They have unbelief when God's word comes. They നിർവീര്യമാക്കുന്നു. loathe the word of God that is able to deliver them. അവരെ വിടുവിപ്പാൻ കഴിവുള്ള ദൈവവചനത്തെ That is able to അവർ save അവർ them. അഭിനന്ദിക്കുന്നില്ല. അവരെ That is രക്ഷിപ്പാൻ able to change ശക്തിയുള്ള their വചനത്തെ അവർ ആദരിക്കുന്നില്ല. Their emotions, അവരുടെ വികാരങ്ങൾ, their will, അവരുടെ ഹിതം, save their soul in this അവരുടെ present പ്രാണനെ രക്ഷിപ്പാൻ തക്കവണ്ണമുള്ള വചനത്തെ അവർ ചിന്തിക്കുന്നില്ല. അതിനെ അവർ no വെറുക്കുകയും respect for God. മിസ്രൈമിന്റെ ആഹാരത്തെ അവർ വിലമതിക്കുകയും ചെയ്തു. But this manna, that is a language that actually ridicules God and brings God low. ഇതെന്താ, ഈ മന്ന എന്താ എന്ന് അവർ പറഞ്ഞപ്പോൾ അവർ ദൈവത്തെ നിന്ദിക്കുന്നതിന് തുല്യമായിരുന്നു. Remember, ഓർത്തുകൊള്ളുക, I was really blessed, meditating. I never thought the Lord would lead me to this. ഈ It was ഭാഗങ്ങളിലേക്ക് just a ദൈവം prayer yesterday. എന്നെ നയിക്കുമെന്ന് ഞാൻ ഓർത്തില്ലായിരുന്നു. Remember, ഓർത്തുകൊള്ളുക, manna was not a food of curse. ശാപത്തിന്റെ ആഹാരം അല്ലായിരുന്നു മന്ന. The Lord God said, when Adam and Eve sinned in the garden, ആദാമും when they were ഹവ്വയും driven out, ഏദൻ തോട്ടത്തിൽ നിന്ന് by the പുറത്താക്കിയപ്പോൾ sweat of your face, നിങ്ങളുടെ you will വേർപ്പിന്റെ അധ്വാനത്താൽ നിങ്ങൾ ഭക്ഷിക്കും. have your bread. Yes. That is how you will have your bread. വേർപ്പിന്റെ അധ്വാനത്താൽ നിങ്ങൾക്ക് ഭക്ഷണം The കിട്ടും. sweat of your forehead. The sweat of your face. That is how you are going to have bread. നിങ്ങൾക്ക് your life. ആഹാരം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ആഹാരം ലഭിക്കുന്നത് വേർപ്പിന്റെ But പ്രതിഫലമായിരിക്കും. for the redeemed of God's people, God had another bread for them. പക്ഷേ വീണ്ടെടുക്കപ്പെട്ട ദൈവത്തിന് മറ്റൊരു And ആഹാരമുണ്ട്. this bread that comes from heaven, the bread from God, is not a bread of curse, but it's a bread of great blessing. ദൈവം അവർക്ക് നൽകുന്ന ആഹാരം, ആ അപ്പം ശാപത്തിന്റെ അപ്പമല്ലായിരുന്നു, പക്ഷേ It is free അത് of curse. അനുഗ്രഹത്തിന്റെയും ശാപമില്ലാത്ത Ashish അപ്പമായിരുന്നു. ka. Yes. Yes. It's a bread of blessing. അനുഗ്രഹത്തിന്റെ അപ്പം. Yes. Ashish and Mubarak is the same word. Okay. And it came from God. ദൈവത്തിൽ നിന്ന് വന്ന അപ്പം.
It's free of a curse. അത് ശാപരഹിതമായ Yes. അപ്പം. It is free from sin. പാപമില്ലാത്ത അപ്പം. Glory to God. It is not the labor of man, മനുഷ്യന്റെ അധ്വാന ഫലമല്ല, of God. പക്ഷെ ദൈവത്തിൽ നിന്ന്, ദൈവത്തിന്റെ അനുഗ്രഹിക്കപ്പെട്ട അപ്പം. Glory to God. ദൈവത്തിന് മഹത്വം. എങ്കിലും They had എങ്കിൽ no തന്നെ value. എങ്കിലും അവർക്ക് Yet they had no അവരതിനെ value for മതിച്ചില്ല, that bread. വിലമതിച്ചില്ല. I want to ask us tonight. ഈ രാത്രി സമയം ഞാൻ നിങ്ങളോട് ചോദിക്കട്ടെ, നിങ്ങളോട് ഓരോരുത്തരോടും A ചോദിക്കട്ടെ, question. ഒരു ചോദ്യം If you ചോദിക്കും. would let that word come in, it will search your life and my life. നിങ്ങളെ പരിശോധിക്കുന്ന ഒരു വചനം ഞാൻ ചോദിക്കട്ടെ. What is your ഒരു ചോദ്യം ചോദിക്കും. attitude? What is your attitude towards God's word that has been coming to us all along? നിങ്ങളുടെ ജീവിതത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്ന ഈ വചനത്തോടുള്ള നിങ്ങളുടെ ഓരോരുത്തരുടെയും മനോഭാവം Do we look എപ്രകാരമുള്ളതാകുന്നു? at this word with the cheapness of Egypt in our lives? മിസ്രൈമിന്റെ ആഹാരത്തോട് നമ്മൾ സാമ്യം ചെയ്യുന്നോ ഈ നമ്മൾ കേൾക്കുന്ന വചനം? With the cheapness, cheap attitude. ഒരു വിലയില്ലാത്ത മനോഭാവത്തോടെയാണോ നമ്മൾ ദൈവവചനത്തെ കൈകാര്യം ചെയ്യുന്നത്? How do you take? God is calling his church to sup with him. ദൈവം അവന്റെ സഭയെ അവനോടുകൂടെ അത്താഴം കഴിപ്പാൻ ക്ഷണിക്കുമ്പോൾ Yet അവൻ Israel ഒരുക്കുന്ന scorned മേശയെക്കുറിച്ച് at God's നമ്മൾ provision. ഇസ്രായേൽ മക്കളെ പോലെ അതിനെ വെറുക്കുമോ, അതിനെ നിന്ദിക്കുമോ, അതിന് ഒരു വില Remember in the കൊടുക്കാതിരിക്കുമോ? beginning, ഓർത്തുകൊള്ളുക, they ആരംഭത്തിൽ admired the Lord ആരംഭത്തിൽ അവർ provision, as we see in Exodus chapter 16. Let's പുറപ്പാട് go back പുസ്തകം again. 16 നമുക്ക് അങ്ങോട്ട് പോകാം. They ആരംഭത്തിൽ looked at it, അവർ അതിനെ and they didn't know what it ആശ്ചര്യത്തോടെ was. അവർ ആ മന്നയെ You നോക്കി know, പറഞ്ഞു, and they said, ഇതെന്താകുന്നു? it's manna. ഇത് മന്ന. They didn't know what it was. ഇതെന്താണ് Yes. എന്ന് അവർ ചോദിച്ചു. 16:2 They did not പുറപ്പാട് ridicule it at 16:2. that time. അവർക്ക് ആരംഭത്തിൽ They did അതിനെ not നിന്ദിച്ചില്ല. scorn at it at that time. ആരംഭത്തിൽ അതിനെ നോക്കി അവർ But now, അതിനെ They began to despise. വിലമതിക്കാതിരുന്നില്ല. You know, I have seen this happening with God's people. ഞാൻ ഇത് ദൈവജനത്തിന്റെ ഇടയിൽ ഞാൻ ഇത് കണ്ടിട്ടുണ്ട്, സംഭവിക്കുന്നത് കണ്ടിട്ടുണ്ട്. You know, when they hear God's word in the beginning, ആരംഭത്തിൽ ദൈവവചനം when they കേൾക്കുമ്പോൾ, hear the deeper things of God, ദൈവത്തിന്റെ ആഴമുള്ള when they hear സത്യത്തെ അവർ about God has കേൾക്കുമ്പോൾ, called you to be part of the glorious church, ദൈവമഹത്വകരമായ ഒരു സഭയെ നിങ്ങൾ ഭാഗമായി ഇരിപ്പാൻ ദൈവം വിളിക്കുകയും ആ that God വിളിയെക്കുറിച്ച് has അവർ got a കേൾക്കുമ്പോൾ, purpose in this end time for his church. ദൈവം അവന്റെ God has called you സഭയെക്കുറിച്ചുള്ള to be അവന്റെ an അന്തിമ overcomer. ഉദ്ദേശത്തെക്കുറിച്ച് അവരെ You are to go അതിജീവിക്കുന്ന ഒരു beyond കൂട്ടത്തിലായിരിക്കാൻ Pentecost. പെന്തിക്കോസ്തിൽ നിങ്ങൾ I tell you, തൃപ്തരാകരുത്. they said, what a word it is. അവർ പറഞ്ഞു, എന്തൊരു Brother Joy, we have never heard this word all these years. ഇങ്ങനെയൊരു സന്ദേശം It was ഞങ്ങൾ like ഇതിനു മുൻപ് Israel met കേട്ടിട്ടില്ല. with manna in the first instance. ഇസ്രായേൽ മക്കൾ മന്നെ Oh, what പ്രഥമമായിട്ട് is it? കണ്ടതുപോലെ ഇതെന്താകുന്നു? But പക്ഷേ after some time, അല്പനേരം കഴിഞ്ഞ് they began to അല്പദിവസം despise that very word they received from God in the beginning. അവർ പ്രഥമമായി ലഭിച്ച ആ വചനത്തെ തന്നെ അവർ തുച്ഛീകരിക്കാൻ I want to തുടങ്ങി. ask us tonight, ഈ രാത്രി സമയം ഞാൻ ചോദിക്കട്ടെ, നിങ്ങൾ എവിടെയായിരിക്കുന്നു? where are you, my friend? എന്റെ Where are you, my പ്രിയമുള്ളവരെ, brother, നിങ്ങൾ my എവിടെ sister? ഇരിക്കുന്നു? എന്റെ പ്രിയപ്പെട്ട Are you സഹോദര, സഹോദരി, loathing God's precious word? നിങ്ങളുടെ ജീവിതത്തിലേക്ക് ദൈവം നൽകുന്ന God has വചനത്തെ brought you into the നിങ്ങൾ body of വെറുക്കുന്നു. believers ദൈവസഭയ്ക്ക് ദൈവം നൽകുന്ന വചനത്തെ to hear his precious counsel. മതിക്കുന്നു. He is spreading a table before us. ദൈവം നിങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് മുൻപാകെ that ഒരുക്കുന്ന cheap? മേശയെ നിങ്ങൾക്ക് അത് വളരെ നീരസമായി Do you begin to reason with your mind? നിങ്ങൾ അതിനെക്കുറിച്ച് What is your attitude? വാദിക്കുന്നു? നിങ്ങളുടെ മനോഭാവം എങ്ങനെയാകും? But this manna, ഈ മന്ന, is there nothing more? ഇതിനേക്കാളും മെച്ചമായതൊന്നുമില്ലേ? How peevish was their remarks? Peevish means what? Peevish. Irritable.
irritable, irritate. Yes. Yes. You know, the discontented mind of man. അവരുടെ Discontent mind of man അതൃപ്തിയുള്ള മനസ്സ് means the dissatisfied mind of man. In other words, उनकी सोच की असंतुष्टि को यहाँ देखिए. yeah, the asandusht mind. उनकी असंतुष्टि भरी सोच को देखिए. Yes. You know, the discontented mind will find fault with that which has no fault. जहाँ की कोई गलती അതൃപ്തിയുള്ള മനസ്സ് മനോഭാവം पूर्ण जो उनकी सोच थी उसमें ഒരു പ്രശ്നമില്ലാത്ത Yes. Listen carefully. ഒരു Now, കുറവുമില്ലാത്ത this വചനത്തിൽ is something കുറവ് that കാണാൻ happens തുടങ്ങും. with all. ഇതെല്ലാവർക്കും സംഭവിക്കുന്നു. Discontented minds will find fault with that which has no fault. അതൃപ്തിയുള്ള മനസ്സ് Yes. കുറവില്ലാത്ത കാര്യങ്ങളിൽ കുറവ് കണ്ടുപിടിക്കാൻ തുടങ്ങും. सोचे वो गलतियाँ ढूंढती. Yes. Remember that. ഓർത്തുകൊള്ളുക, ഇത് ഓർത്തുകൊള്ളുക. Oh, may God deliver us. കുറവില്ലാത്തതിൽ പോലും കുറവ് കണ്ടുപിടിക്കുന്ന ഒരു അവസ്ഥയാണ് അതൃപ്തിയായിട്ടുള്ള ഒരു They undervalued God's favors. ദൈവം അവർക്ക് കൊടുത്ത The favors അനുകൂല്യങ്ങളെ that God അവർ poured out on them, വില കുറച്ചു. they undervalued. परमेश्वर ने जो पक्ष उनके लिए അവർ വില കുറച്ചു കണ്ടു. ദൈവം അവർക്ക് കൊടുത്ത Now that is ആനുകൂല്യങ്ങളെ അവർ വില കുറച്ചു കണ്ടു. that word is very searching. और बहुत ही खोजने वाला वचन है. When I thought about, I was spending time, I was really sorrowful in my heart. ഞാൻ ഈ വചനം ധ്യാനിച്ചപ്പോൾ എന്നെ വളരെ ദുഃഖിപ്പിച്ചു. Look at your own life. നിങ്ങളുടെ The ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിങ്ങൾ privileges പരിശോധിക്കുക. God has poured out on you. നിങ്ങൾ ഓരോരുത്തരുടെയും Do you value ജീവിതത്തിൽ ദൈവം നൽകിയിരിക്കുന്ന ആനുകൂല്യങ്ങളെ ഒന്ന് ഓർത്തു നോക്കുക, അവസരങ്ങൾ ഓർത്തു നോക്കുക, അനുഗ്രഹങ്ങൾ ഓർത്തു നോക്കുക. Please be Akshay. open to God. ആ The children ആനുകൂല്യങ്ങളെ of കുറിച്ച് Israel, ഇസ്രായേൽ they മക്കളെ പോലെ undervalued God's favors. അതിന് അവർ വില കുറച്ചു How കാണും. about you? നിങ്ങളോ? How about me? ഞാനോ? Nothing. പലപ്പോഴും ഈ മന്ന എന്താണ് ഇത്? Nothing but this manna. ഈ മന്നയല്ലാതെ മറ്റൊന്നും ഇല്ലേ ഞങ്ങൾക്ക്? Nothing God is giving us but this manna. ദൈവമേ, ഈ മന്നയല്ലാതെ വേറെ ഒന്നും നിനക്ക് തരാനില്ലേ? Let's really search our hearts. നമ്മുടെ ഹൃദയങ്ങളെ നമുക്ക് പരിശോധിച്ച് നോക്കാം പ്രിയമുള്ളവരെ. Please don't undervalue God's favors in your life by your discontents. और जो पक्ष प्रभु ने हमें दिए उसे നിങ്ങളുടെ അതൃപ്തി നിമിത്തം നിങ്ങൾ ദൈവത്തിന്റെ ആനുകൂല്യങ്ങളെ, പദവികളെ, God's favors by our discontents. നമ്മൾ അതിനെ It's a great warning. വില കുറച്ച് കാണരുത് പ്രിയമുള്ളവരെ. Look at the favor of bringing you into the body of believers. ദൈവം നിങ്ങളെ Look at the ഒരു other favors God ജീവനുള്ള has given to you. സഭയിലേക്ക് The കൊണ്ടുവരുന്നു. health God has given to you. ദൈവം നിങ്ങൾക്ക് ഓരോരുത്തരും You know, നൽകിയ many other ആരോഗ്യം, things. ഇതുപോലെ പല അനുഗ്രഹങ്ങളും ആനുകൂല്യങ്ങളും അവസരങ്ങളും പദവികളും And yet many a time ദൈവം നമുക്ക് നൽകി. എന്തിലും we find fault with Him. നമ്മൾ അവന് കുറ്റം കണ്ടുപിടിക്കുന്നു. നമ്മളെ നൽകിയ ആനുകൂല്യങ്ങളെ നമ്മൾ They could not be satisfied ഗണിക്കാതെ നമ്മൾ കുറ്റം until കണ്ടുപിടിക്കുന്നു. they had the flesh that they wanted. ഇവർ കുറ്റം പറഞ്ഞ് അവരാഗ്രഹിച്ച മാംസം They were not കിട്ടുന്നത് വരെ അവർ കുറ്റം പറഞ്ഞു. Yes. They could not be. Yes.
അവർ Now remember, തൃപ്തരായില്ല, അവർ they had ലഭിച്ചതിൽ lot of തൃപ്തരായില്ല. animals when they left Egypt. जब उन्होंने मिस्र को छोड़ा था उनके पास बहुत सारे जानवर थे। Yes. And they were called to offer those animals also for sacrifice. और बलिदान के लिए भी कहा गया कि बलिदान करें पशु। Yes. And if they wanted to have some flesh, God didn't tell them not to kill and eat their own animals. यदि वो खाना चाहते അവർക്ക് മാംസം വേണമായിരുന്നെങ്കിൽ മാംസം കഴിക്കാമായിരുന്നു, ഇല്ലേ? ദൈവം മാംസം കഴിക്കരുതെന്നൊന്നും പറഞ്ഞില്ലായിരുന്നു. അവരുടെ ഇടയിൽ God did ആടുകളും not tell them not to eat. മാടുകളും Yes. ഒട്ടകങ്ങളും But they ഒക്കെ did not ഉണ്ടായിരുന്നു. want that. പക്ഷെ അവർക്ക് ആ മാംസം അല്ലായിരുന്നു അവർ ആഗ്രഹിച്ചത്. But they wanted something from God. അവർ ദൈവത്തിൽ That നിന്ന്, God, you brought us out. ദൈവമേ നീ You നമ്മളെ now പുറത്തു have to കൊണ്ടുവന്നു, provide for us. നീ ഞങ്ങൾക്ക് നൽകണം. There they provided. അവിടെ അവർ You നൽകി, provide for us here. നീ ഞങ്ങൾക്ക് ആഹാരം നൽകണം. But God did provide them. ദൈവം അവർക്ക് God നൽകി. did not bring them to kill them in the മിസ്രൈമിലെ wilderness. അവരെ കൊല്ലുവാനല്ല ദൈവം മിസ്രൈമിലേക്ക് അല്ല They didn't- മരുഭൂമിയിലേക്ക് the Lord did not ദൈവം അവരെ bring them കൊണ്ടുവന്നത്. to the wilderness അല്ലെങ്കിൽ to മിസ്രൈമിൽ kill them നിന്ന് അവരെ വിടുവിച്ച് മരുഭൂമിയിൽ കൊണ്ടുവന്നത് അവരെ കൊല്ലാനല്ല. You know, so the reality here is, പക്ഷെ what യാഥാർത്ഥ്യം they ഇതാ, wanted was not just food. അവർ ആഹാരം മാത്രമല്ല They ഇവിടുത്തെ wanted വിഷയം. to feast. അവർ एक भोज चाहते थे या उत्सव चाहते थे। They want to have a feast. They wanted to feast on food. और वे भिन्न भिन्न प्रकार के Yeah. व्यंजन അവർക്ക് Yes. ആഹാരത്തിന് So ഒരു what they പെരുന്നാൾ. wanted was not just food for sustaining them, but they wanted a feast in their lives. അവരെ പരിപാലിക്കുന്ന ഒരു ആഹാരമല്ല, അവരുടെ അവർ ആഹാരം കഴിച്ച് മത്തുള്ളവരായി തീരുന്ന ഒരു അവസ്ഥയാണ് അവർ ആഗ്രഹിക്കുന്നത്. You know, so we see ഒരു the വലിയ വിരുന്ന്. strong drive in their flesh, in their natural man. ഈ ഒരു സ്വാഭാവിക മനുഷ്യന്റെ ഒരു പ്രേരണത, ഒരു Yes. Now, I just want to take us to അവരുടെ ഇന്ദ്രിയങ്ങൾക്കൊരു ഉത്സവം the book ആണ് അവർ of ആഗ്രഹിച്ചത്. Psalms. സങ്കീർത്തനം, ഒരു വാക്യമാക്കി. സങ്കീർത്തനം Psalm 78. 78-ാം സങ്കീർത്തനം. And I would like to read verse 19 and 20. 78-ാം സങ്കീർത്തനം അതിന്റെ 19-ഉം Verse 18. Okay. 18 And they tempted God in their heart by asking meat for their lust. They said, can God furnish a table in the wilderness? Can God ever? തങ്ങളുടെ കൊതിക്ക് ഭക്ഷണം ചോദിച്ചുകൊണ്ട് അവർ ഹൃദയത്തിൽ ദൈവത്തെ പരീക്ഷിച്ചു. അവർ So what they ദൈവത്തിന് wanted was വിരോധമായി not just സംസാരിച്ചു. food, they wanted a മരുഭൂമി feast. മേശ ഒരുക്കുവാൻ ദൈവത്തിന് കഴിയുമോ? അവർക്ക് ആഹാരം മാത്രമല്ല, അവരുടെ പരിപാലനത്തിനുള്ള ആഹാരം മാത്രമല്ല, And they distrusted ഒരു വിരുന്ന്, the power of ഒരു God, സൽക്കാരം ആഗ്രഹിച്ചു. the goodness of God. അവരുടെ മോഹത്തിനൊത്തണ ഒരു You know, സൽക്കാരം അവർ ആഗ്രഹിച്ചു. they distressed the power of God and the goodness of God as insufficient for their supply. कि वो उनकी आपूर्ति के लिए उसे ദൈവത്തിന്റെ നന്മയും ദൈവത്തിന്റെ Wherein he said, സ്നേഹവും who will give us? You know, and we see അവർ ചോദ്യം how ചെയ്യുകയും often these attitudes are seen ഞങ്ങൾക്ക് in വേണ്ടി God's ആര് people തരും, today. ഞങ്ങൾക്ക് വേണ്ടി ആര് തരും, ഞങ്ങളെ ആര് പരിപാലിക്കും എന്ന് Can അവർ God ചോദ്യം ever ചെയ്യുന്നു. do this? കർത്താവിന് ഇങ്ങനെ ചെയ്യാൻ He കഴിയുമോ? has called me to be part of this bride. ദൈവം അവന്റെ മണവാട്ടിയുടെ He has called me ഭാഗമായി into this body. തീരുവാൻ ദൈവനെ വിളിച്ചു. ദൈവം എന്നെ ഇങ്ങനെയുള്ള I ഒരു know സഭയിലേക്ക് God brought കൊണ്ടുവന്നു. me here. ദൈവം ഈ സഭയിൽ കൊണ്ടുവന്നത് But ദൈവമാണെന്ന് എനിക്കറിയുന്നു. yet can God help me concerning my future? പക്ഷേ ദൈവത്തിന് എന്റെ ഭാവിയെ കുറിച്ച് എന്നെ സഹായിക്കാൻ Can കഴിയുമോ? God? കർത്താവിന് Can കഴിയുമോ? God ever? കർത്താവിന് കഴിയുമോ എന്ന ചോദ്യം. Oh my God. Save us. അങ്ങനെയുള്ള ഒരു ചോദ്യത്തിൽ നിന്ന് ദൈവം നമ്മളെ രക്ഷിക്കട്ടെ. Save our mentalities. ദൈവം നമ്മുടെ മനോഭാവങ്ങളെ Save മാറ്റുമാറാകട്ടെ. us from this carnal mind ഈ ജഡികമായ ചിന്തയിൽ നിന്ന് that ദൈവം നമ്മളെ distrusts രക്ഷിക്കട്ടെ. the power and the goodness of God. ദൈവത്തിന്റെ നന്മയും ദൈവത്തിന്റെ അനുഗ്രഹവും And സ്നേഹത്തെയും count it to be insufficient for ചോദ്യം our ചെയ്യുന്ന, situation. അതിൽ തൃപ്തരാകാത്ത
ആ മനോഭാവത്തിൽ നിന്ന് ദൈവം നമ്മെ രക്ഷിക്കട്ടെ. What does that mean? When they say, can God? ദൈവത്തിന് മരുഭൂമിയിൽ ഒരു മേശ ഒരുക്കുവാൻ കഴിയുമോ എന്ന ചോദ്യത്തിന്റെ അർത്ഥം എന്താ? God cannot do this. ദൈവത്തിന് അത് ചെയ്യാൻ കഴിയത്തില്ല. Rather, what they could have said, പക്ഷെ ഇങ്ങനെ ചോദിക്കുന്നതിന് പകരം അവരിങ്ങനെ we പറയണായിരുന്നു, feel to have some meat. കർത്താവേ, ഞങ്ങൾക്ക് ഇച്ചിരി ആഹാരം കഴിപ്പാൻ ഒരു We want to ആഗ്രഹമുണ്ട്. have some meat, Lord. കർത്താവെ, ഞങ്ങൾക്ക് ഇച്ചിരി മാംസത്തിനുള്ള കൊതിയുണ്ട്, ഞങ്ങൾക്ക് നൽകണമേ. Yes or no? That could have been the right attitude. അതായിരുന്നു യഥാർത്ഥ മനോഭാവം. That could have been the right attitude. അവരുടെ ജീവിതത്തിലെ യഥാർത്ഥ മനോഭാവം We are hungry for some meat. കർത്താവ്, ഇച്ചിരി If it is മാംസത്തിനായിട്ടുള്ള in your will, provide for me, Lord. നിന്റെ ഹിതമാകുന്നുവെങ്കിൽ നീ ഞങ്ങൾക്ക് ഇച്ചിരി മാംസം താ. പക്ഷെ അവരങ്ങനെയല്ല. ദൈവത്തിന് പറയാൻ കഴിയുമോ? ദൈവത്തിന് അങ്ങനെ ചെയ്യാൻ കഴിയുമോ എന്ന് അവർ ദൈവത്തോട് ചോദിക്കാൻ തോന്നി. Is something of the carnal man. ഈ ഇങ്ങനെയുള്ളൊരു മനോഭാവം ജഡിക The self മനസ്സിന്റെ that is in us. നമ്മളിലുള്ള That has no സ്വയത്തിന്റെ respect ചോദ്യമാണ്. for God. ദൈവത്തെ That മാനിക്കാത്ത ഒരു undervalues God's മനോഭാവം. favors in our lives. നമ്മുടെ so far. ജീവിതത്തിൽ ദൈവം നൽകുന്ന ആനുകൂല്യങ്ങളെ നമ്മൾ അഭിനന്ദിക്കാത്ത Instead ഒരു of മനോഭാവം, murmuring. ആദരിക്കാത്ത മനോഭാവം അവർ Some അവർ people prayers പിറുപിറുക്കാൻ are തുടങ്ങി. murmurings. ചിലരുടെ പ്രാർത്ഥന പോലും उनका പുറുപുറുക്കുന്ന प्रार्थना പ്രാർത്ഥനയാണ്. कुड़कुड़ाना होता है. അവിടെ പ്രാർത്ഥന പുറുപുറുക്കുന്ന പ്രാർത്ഥന, പുറുപുറുപ്പ. Because their prayer is all complaints to God. അത് ദൈവത്തോട് പറയുന്ന, But prayers are appeals to God. Seeking പ്രാർത്ഥന God to do പുറുപുറുക്കല്ല, what He desires to do. പുറുപുറുപ്പല്ല, പക്ഷേ അവന്റെ ഹിതത്തെ അന്വേഷിക്കുന്ന ഒരു ഹൃദയം. Yes. They would have prayed instead of murmuring and provoking God. പിറുപിറുക്കുന്നതിന് പകരം അവർ ദൈവത്തോട് ചോദിക്കാമായിരുന്നു. Now, I know the time is going. So they did eat and were filled and were well filled. 20-ാം വാക്യം. Yes. They wanted flesh and God gave them. അവർക്ക് മാംസം ആഗ്രഹിച്ചു, ദൈവം അവർക്ക് മാംസം കൊടുത്തു. And were well filled. അവർ For He gave them their own desire. അവർ ആഗ്രഹിച്ചത് ദൈവം അവർക്ക് കൊടുത്തു. But look at verse 30. They were 30-ാം not വാക്യം. estranged from their lust. അവരുടെ കൊതിക്ക് മതി വന്നില്ല. അവരുടെ കൊതിക്ക് മതി വന്നില്ല. 29. അങ്ങനെ അവർ തിന്ന് തൃപ്തരായി തീർന്നു. അവർ ആഗ്രഹിച്ചത് അവൻ അവർക്ക് കൊടുത്തു. 29-ാം വാക്യം. അവർ ആഗ്രഹിച്ചത് അവർ കൊടുത്തു, പക്ഷേ അവരുടെ Let me read from another കൊതിക്ക് translation that verse. മതി വന്നില്ല. Yes, just a moment. Hallelujah. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇതൊരു വിശപ്പിന്റെ വിഷയമല്ലായിരുന്നു, പക്ഷെ ഇതൊരു കൊതിയുടെ വിഷയമായി. അവർ ജഡീകമായ കൊതിയുടെ വിഷയമായി. So the people ate and became very full. God had given them what they wanted. അവർക്ക് While they ആവശ്യമുള്ളത് were ദൈവം still കൊടുത്തു, eating, അവർ ആഗ്രഹിച്ചത് കൊടുത്തു. and while the food was still in their mouths, God became angry with them and killed some of them, of the healthiest of them. ഭക്ഷണം അവരുടെ വായിൽ That's not the ഇരിക്കുമ്പോൾ translation തന്നെ I was looking ദൈവത്തിന്റെ for, sorry. കോപം അവരുടെ മേൽ വന്നു. Yes, this is the one. So they ate and were filled, and He gave them what they craved and lusted for. അവരുടെ But അഭിലാഷത്തിന് scarce ഒത്തവണ്ണം had they അവർക്ക് ലഭിച്ചു. stilled their craving.
പക്ഷേ അവരുടെ കൊതിക്ക് ഒരു മതി വന്നില്ല. That's terrible. അവരുടെ കൊതിക്ക് മതി വന്നില്ല. They had still that lust while the Lord gave them that. അവർക്ക് ലഭിച്ചപ്പോഴും ദൈവം നൽകിയപ്പോഴും അവരുടെ They lusted greedily. അവർ അത്യാഗ്രഹത്തോടെ കൊതിച്ചു, മോഹിച്ചു. So they asked the Lord for flesh or meat, not for food, but to fulfill their lust for. Yes. So ഇതൊരു വിശപ്പിന്റെ കാര്യമല്ലായിരുന്നു, പക്ഷെ ഇതൊരു മോഹത്തിന്റെ, അവരുടെ അത്യാഗ്രഹത്തിന്റെ കാര്യം. Not for their survival. അവരുടെ നിലനിൽപ്പിനുള്ള ഒരു കാര്യമല്ല ഇത്. The flesh they asked was not for their survival in the wilderness, but അവർ ഭക്ഷണം ചോദിച്ചത്, മാംസം ചോദിച്ചത് അവരുടെ ജീവിതത്തിന്റെ നിലനിൽപ്പിനുള്ളതല്ലായിരുന്നു, പക്ഷെ അവരുടെ കൊതിയും അവരുടെ മോഹത്തിന്റെയും അവരുടെ ജഡീകമായ ആഗ്രഹങ്ങളിൽ നിന്നുള്ളവായിരുന്നു. Remember, അതിജീവിതത്തിന്റെ ഒരു കാര്യമല്ല, was not forbidden by God. മോഹം. മാംസം കഴിക്കരുതെന്ന് ദൈവം ഒരിക്കലും പറഞ്ഞില്ല. Meat is a good food. ദൈവം മാംസം കഴിപ്പാനായിട്ട് When you lust മനുഷ്യനോട് after that which is even lawful, the lawful becomes evil in one's life. ദൈവം നൽകിയത് ഇല്ലെങ്കിൽ ന്യായമായതിന് വേണ്ടി നമ്മൾ മോഹിക്കുമ്പോൾ ന്യായമായതും അത് ന്യായമായതും അത് ഹാനികരമായി. We lust after that which is even lawful, the lawful becomes evil in the sight of God. ന്യായമായത് മോഹിക്കാൻ തുടങ്ങുമ്പോൾ ന്യായമായതും നമ്മുടെ ജീവിതത്തിൽ അത് പാപമായി തീരും. उसके ऊपर हम कामना करते हैं. വീണ്ടും ഞാൻ പറയട്ടെ, then the lawful, ന്യായമായത് നാം മോഹിക്കാൻ തുടങ്ങുമ്പോൾ ന്യായമായതും പാപമായി തീരാൻ ഇടയുണ്ട്. there are many things in our lives. പല കാര്യങ്ങളും നമ്മുടെ ജീവിതത്തിൽ അത് തെറ്റല്ലാത്ത പലതുമുണ്ട്. But ന്യായമാണ്, when you lust for it, പക്ഷെ ആ ന്യായമായതിനു വേണ്ടി നമ്മൾ മോഹിക്കാൻ തുടങ്ങുമ്പോൾ, അതിനുവേണ്ടി നമ്മൾ മോഹിക്കാൻ തുടങ്ങുമ്പോൾ, then that which is even lawful becomes evil in the sight of God, and we miss the path and we miss the way of God in our lives. നമ്മൾ മോഹിക്കാൻ തുടങ്ങുമ്പോൾ ആ ന്യായമായതുപോലും തെറ്റായി തീരാനും അത് നമ്മളെ ദൈവഹിതത്തിൽ നിന്ന് നമ്മളെ വ്യതിചലിച്ച് നമ്മളെ നശിപ്പിക്കാനുള്ള സാധ്യതയുണ്ട്. God is calling his church. ദൈവം അവന്റെ സഭയെ ദിവസങ്ങളിൽ ക്ഷണിക്കും, അവനോടുകൂടെ ഭക്ഷിപ്പാൻ. ആ മേശയിൽ കൂടെയാണ് സിംഹാസനത്തിലേക്കുള്ള വഴി. ദൈവം നമുക്ക് വേണ്ടി ഒരു മേശ അവനോടുകൂടെ ഒരു അത്താഴത്തിനായി സ്വർഗീയ അപ്പം. Thank God that the evening we could sing that song, bread of heaven, bread of heaven, feed me till I want no more. That ought to be our cry. ഓ സ്വർഗത്തിന്റെ അപ്പം, സ്വർഗത്തിന്റെ അപ്പം നീ എനിക്ക് നൽകുക എന്ന പ്രാർത്ഥനയോടെ നമുക്ക് ദൈവസന്നിധിയിലായിരിക്കാം. മനുഷ്യൻ അപ്പത്താൽ മാത്രമല്ല, ആവർത്തന പുസ്തകത്തിൽ ആ പുതിയ തലമുറയുടെ ദൈവം പറഞ്ഞ കാര്യങ്ങൾ ഇതായിരുന്നു. നിങ്ങളുടെ പിതാക്കന്മാർ ദൈവം അവർക്ക് മന്ന നൽകി, അവർ അറിയാത്ത ഭക്ഷണം ദൈവം നൽകി. They don't have to know the chemistry of manna. മന്നയുടെ protein hai, itna ye hai, utna wo hai. They don't have to know all that. അറിയേണ്ട ആവശ്യമില്ല. ഇതാ എന്തൊക്കെ അതിന്റെ മൂല്യങ്ങൾ എന്തൊക്കെയാണ്ട് അറിയേണ്ട ആവശ്യമില്ല. പക്ഷേ ഇത്രയും വിശ്വാസം മതി, അതെനിക്ക് മതി. And whichever way they ate it, whatever taste they needed, it became that taste. അവരുടെ ജീവിതത്തിൽ ഏത് രുചിയായിരുന്നു ആവശ്യം, ആ മന്ന, and one of the men says that
the manna became what they desired to be in their mouth. മന്നയുടെ ഒരു പ്രത്യേകത, That is what അത് one of the early അവരെന്ത് writers say. ആഗ്രഹിച്ചോ അത് അവരുടെ വായിൽ അതായി അലിഞ്ഞു തീരുമായിരുന്നു. In other words, if you taste like Chinese, it becomes like maybe. I'm just talking out of imagination right now. That's what it says, that it became what they desired to be, but it was all the same stuff. അവരുടെ എല്ലാ How wonderful that thought is ആവശ്യങ്ങളെയും again. സന്ധിപ്പാൻ The ശക്തിയുള്ളതായിരുന്നു word ആ that മന്ന. comes to all of us, നമുക്ക് same ദൈവം നൽകുന്ന word. വചനം, അതേ But വചനം how that word permeates into your life, works it in one way, challenges in one way, comes into my life, delivers me from something, burns something in somebody else. Hallelujah. അതേ വചനം Same ഒരു bread, isn't it? ജീവിതത്തിൽ ഒരു രീതിയിൽ ഇടപെടുന്നു, മറ്റേ ജീവിതത്തിൽ അത് അവരെ വിടുവിക്കുന്നു, മറ്റേ ജീവിതത്തിൽ How I പലതും wish to പറിച്ചു hear some കളയാൻ hallelujahs, but nobody is here, of course. That same bread. അതേ മന്ന, That same bread. അതേ I want മന്ന. to tell you, that bread men have eaten through centuries. ഈ മന്ന നൂറ്റാണ്ടുകളായി ഈ മന്ന ഭക്ഷിച്ചു. ജീവിതകാലമൊക്കെയും ഈ Even in the മന്നയും last കഴിച്ചു. days of their life, they said, "Give me evermore that bread." കർത്താവേ, ഈ മന്ന നീ ഞങ്ങൾക്ക് Hallelujah. Give us evermore നൽകണമേ. that bread. And I want to tell this in closing. Dear brothers and sisters, പ്രിയമുള്ളവരെ, they lusted for food, അവർ മോഹിച്ചു, a food of bondage, അവർ അടിമത്വത്തിന്റെ ഭക്ഷണത്തിനായി മോഹിച്ചു, a food of slavery. മോഹിച്ചു. And they preferred that over the heavenly bread. ആ അടിമത്വത്തിന്റെ അപ്പം They preferred the ദൈവത്തിന്റെ earthly അപ്പത്തേക്കാൾ over the അവർ heavenly. ആഗ്രഹിച്ചു. ഇല്ലെങ്കിൽ സ്വർഗീയനേക്കാൾ അവർ ഭൗമികമായതിനെ അവർ ആഗ്രഹിക്കുകയും What is മോഹിച്ചു. your preference? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്താകും? Or earthly? സ്വർഗീയമായതാണോ ഭൗമികമായതാണോ? That I prefer heavenly, but കർത്താവേ, സ്വർഗീയമായതാണ് എനിക്ക് ആവശ്യം എന്ന് പറയാൻ കഴിയുമോ? remember, ഓർത്തുകൊള്ളുക, that table where he is calling his church to sup is going to help the church to ascend in strength and ദൈവം ഈ ദിവസങ്ങളിൽ അവന്റെ സഭയ്ക്ക് നൽകുന്ന വചനം ആരോഹണത്തിനായി ബലപ്പെടുത്തുന്ന ഒരു വചനമാകുന്നു എന്ന് പ്രിയമുള്ളവരെ നിങ്ങൾ may we ഓർത്തുകൊള്ളുക. not nullify God's word. ദൈവവചനത്തെ I നമ്മൾ want to tell you, it has all the power. നിരസിക്കരുത്. It has all the power. നിർവീര്യമാക്കണം. Blast you out of that zone of self and carnal mindedness and bring you into the realm where we may walk with God. Let's not undervalue God's favors in our lives. നമ്മുടെ ജീവിതത്തിൽ ഉള്ള ദൈവത്തിന്റെ ആനുകൂല്യങ്ങളും അനുഗ്രഹങ്ങളെയും നമ്മൾ God is giving us. Over a period of വിലമതിക്കാതെ people loathe that നമ്മൾ money. വിലമതിക്കണം. They looked at and said, "What a wonderful thing this is." അവർ ആരംഭത്തിൽ ഈ മന്നയെ നോക്കി അവർ അഭിനന്ദിച്ചു. But later on, പക്ഷേ they began പിന്നീട് to loathe it. അവർ അതിനെ പുച്ഛിക്കാൻ തുടങ്ങി. Even so, many have വെറുക്കുവാൻ received this തുടങ്ങി. word gladly. അതുപോലെ തന്നെ ഇന്ന് അനേകർ ഈ glorious വചനത്തെ bride, സന്തോഷത്തോടെ the overcoming life, ആനന്ദത്തോടെ വളരെ entire church, ആഗ്രഹത്തോടെ ഈ വചനത്തെ ഒരു സമയത്ത് സ്വീകരിക്കുകയും പക്ഷെ They ഇപ്പോൾ loathe it. അതേ വചനം May God deliver അവരുടെ us. ജീവിതത്തിൽ അവർ God അതിനെ help us. പുച്ഛിക്കുകയും Shall we all അതിനെ stand up in His വെറുക്കുകയും ചെയ്യും. presence and give അത് thanks to പ്രാർത്ഥിക്കാം. God? Let's pray. ദൈവം നമ്മെ സഹായിച്ചു. സ്വർഗസ്നായ പിതാവേ, ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, വാഴ്ത്തുന്നു.